IN1, IN2, IN3, IN4 എന്ന് പറഞ്ഞാൽ ന്യൂമാർസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ആണ്. അത് 4 ഏരിയയ്ക്കും ഡിഫറെൻ്റ് ആണ്. നമ്മൾ എടുത്തേക്കണ ചെറിയ റെക്റ്റാങ്കിളിനനുസരിച്ച് അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും മാറുന്നതനുസരിച്ച് എമ്മും എന്നും മാറും. അങ്ങനെ വേരിയേഷൻ വരും. മനസ്സിലായോ പറഞ്ഞത്? ഈ IN1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? M = B/2, N = L/2. അപ്പൊ ഈ റെക്റ്റാങ്കിൾ എടുക്കണം ആദ്യത്തെ. ഓക്കെ, ഫസ്റ്റ് റെക്റ്റാങ്കിൾ എടുക്കുമ്പം എം ഇതാണ്. ഈ ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഇതാണ് അല്ലേ? ഇതിന്റെ ലെങ്ത് ഇതാണ്, വിഡ്ത്ത് ഇതാണ്. ഓക്കെ, അപ്പൊ എം എന്ന് പറഞ്ഞാൽ അല്ല, എക്സ് ആക്സിസിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെക്റ്റാങ്കിൾ വരച്ചപ്പോൾ അതിന്റെ ലെങ്ത് എങ്ങനെ മാർക്ക് ചെയ്തേക്കണേ? എക്സ് ഡയറക്ഷനിലാണ്. വൈ ഡയറക്ഷനിലാണ് നമ്മൾ വിഡ്ത്ത് മാർക്ക് ചെയ്തേക്കണേ. ആ ഫിഗറിൽ കണ്ടില്ലേ? അപ്പൊ അതുപോലെ തന്നെ എടുക്കണം. ഓക്കെ, അങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് കേസ് ഡിറൈവ് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം. എലോങ് ലെങ്ത് വൈസ് ലെങ്ത്തും വിഡ്ത്ത് വൈസ് ബി യു ആയിട്ട് തന്നെ എടുക്കണം. എക്സ് വൈ ഡയറക്ഷനിൽ എടുക്കണം അത്. എന്നിട്ട് ഈ ചെറിയ റെക്റ്റാങ്കിളിന്റെ എമ്മും എന്നും അപ്പം നമുക്ക് കണ്ടുപിടിക്കാം. അതിന്റെ L/Z B/Z കിട്ടും. ദെൻ അത് വെച്ചിട്ട് നമ്മൾ ആ ടേബിളിൽ നിന്ന് എം ഇപ്പം ഒരു 2 കിട്ടി, എൻ ഇപ്പോൾ ഒരു 1 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ കറസ്പോണ്ടിങ് ആ ടേബിളിലെ വാല്യൂ ഞാൻ മറന്നുപോയി. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ പറഞ്ഞാണ് 2, 1 എന്ന്. അപ്പോൾ ആ 2ഉം 1നും കറസ്പോണ്ടിങ് ആ ടേബിളിൽ നിന്ന് ഉള്ളിൽ ഏത് വാല്യൂ ആണോ കിട്ടുന്നത് അതാണ് IN1. പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഞാൻ ഇത് തിയറി പറഞ്ഞല്ലേ ഉള്ളൂ. പ്രോബ്ലം ചെയ്ത് തുടങ്ങട്ടെ. ഓക്കെ, അന്നേരം ഞാൻ പറഞ്ഞുതരാം. ഇത് മനസ്സിലായോ? ഇത് കൺസെപ്റ്റ് അത് മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയും ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇത് ഇത്രയും ഈ ഒരു റെക്ടാങ്കിളിന്റെ ആ പോയിന്റിലത്തെ ഒരു സ്ട്രെസ് കണ്ടുപിടിക്കുമ്പോൾ ആ വലിയ റെക്ടാങ്കിളിനെ എ പോയിന്റ് ആയിട്ട് എടുത്താൽ ഒറ്റയടിക്ക് തീരില്ലേ? ഇല്ല, നമുക്ക് സ്റ്റാൻഡേർഡ് കേസ് അറിയണേ എങ്ങനെയാ? ഒരു റെക്റ്റാങ്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ കോർണർ പോയിന്റിലെ സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഡെറിവ് ചെയ്ത് അറിയിക്കുന്നത്. അതാണ് ആ വലിയ ഇക്വേഷൻ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന റെക്റ്റാങ്കിൾ, അതായത് ഇങ്ങനൊരു റെക്റ്റാങ്കിൾ തന്നാൽ അതിൻ്റെ ഒരു കോർണർ പോയിന്റിലെ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമുക്ക് അറിയുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യണ ഒരു ഏരിയ, ഇവിടെ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്ട്രെസ് കാണേണ്ട പോയിന്റ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റ് ആണ്. അത് Z ഡെപ്തിലാണ് ഇരിക്കണത്. അപ്പം നമ്മൾ എങ്ങനെ കാണും? അപ്പം നമുക്ക് ആകെ അറിയുന്നത് കോർണർ പോയിന്റ്. അപ്പം എന്ത് ചെയ്യുക? ഈ എൻ്റയർ ഏരിയയിൽ ഈ സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് ഒരു കോർണർ ആക്കി കൺവേർട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? കാണാൻ എളുപ്പമാണ്. അപ്പം നോക്കിക്കേ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിലാണ് ഈ പോയിന്റ്. അപ്പം ഈ ഏരിയയുടെ IN1ഉം ഇതിൻ്റെ ഈ ഏരിയ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് കിട്ടും. കോർണർ പോയിന്റേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തരുന്ന സമയത്ത് ഉള്ളിലാണെങ്കിൽ അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്തെടുത്താൽ മതിയല്ലോ. ഇനിയുണ്ട്, ഇത് പോയിന്റ് പുറത്താണെങ്കിൽ അതാണ് അടുത്തത് പറയാൻ പോണേ. അടുത്തത്, അപ്പോൾ ഇതിപ്പം ഈ പോയിന്റ് സിമെട്രിക് അല്ലായിരുന്നു. അതായത് എക്സാക്ട് നമുക്ക് ആ വലിയ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിലായിരുന്നില്ല. ഇനി സപ്പോസ് ആ P എന്ന് പറയുന്ന പോയിന്റ് എൻ്റയർ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിലാണെങ്കിൽ എന്താണ്? അതായത് ഇപ്പോൾ തന്നിരിക്കുന്ന റെക്റ്റാങ്കിൾ ഇത് ഈ റെക്റ്റാങ്കിൾ എക്സാക്ട് സെൻറ്ററിൽ ഒരു പോയിൻ്റാണ് P എന്ന് വിചാരിക്കാം. ആ പോയിന്റിൻ്റെ, അതായത് ആ റെക്റ്റാങ്കുലർ ഏരിയയുടെ എക്സാക്ട് സെൻറ്ററിൽ Z ഡെപ്തിലെ പോയിന്റിലെ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്.
അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് ഈ 4 കുഞ്ഞു ട്രയാങ്കിളും എന്തായിരിക്കും? സിമെട്രിക് ഈക്വൽ ആയിരിക്കും. ആയിരിക്കും. അപ്പൊ ഈ എമ്മിന്റെ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ IN1 എന്ന് പറയുന്നതും IN2 എന്ന് പറയുന്നതും IN3 എന്ന് പറയുന്നതും IN4 എന്ന് പറയുന്നത് എന്താണ്? സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് സിംപ്ലി പറയാം Q ഇൻറ്റു 4IN ആണ്. ഓക്കെ, അത് ഓക്കെ, അതങ്ങനെ ഒരു ഇതും കൂടെ പ്രാക്ടിക്കലി അതും കൂടെ പറഞ്ഞു എന്നുള്ളൂ. നെക്സ്റ്റ് ഇനി പറയാൻ പോണത് നമുക്ക് തന്നിരിക്കുന്ന ഇതിന്റെ ഇക്വേഷൻ എഴുതി വെക്കണം. അപ്പോൾ നിങ്ങൾ ഇത് നോട്ടിലുണ്ട്, വെൻ പോയിന്റ് പി സെന്റർ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, ഇല്ലെങ്കിൽ നോട്ടിലുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നോട്ടിലുണ്ട്. എഴുതി വെക്കണവർക്ക് എഴുതി വെക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, when point P is at the center of rectangular area ABCD, all the 4 rectangles are equal, therefore sigma z equal to Q into 4IN. അത് എന്തുകൊണ്ടാണ്? L by Z ഉം B by Z ഉം, അതായത് എമ്മിൻ്റെ എന്നിൻ്റെയും വാല്യൂ സെയിം ആയി വരും. അതുകൊണ്ടാണ് 4 into IN വരാൻ കാരണം. ഓക്കെ, ഇനി അടുത്ത കേസ് പോയിന്റ് P ഔട്ട്സൈഡ് ദി ലോഡഡ് ഏരിയ ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഞാൻ വരച്ച് കാണിച്ചു തരാം. പ്രോബ്ലം ചെയ്യുമ്പോൾ എന്നിട്ട് മാറ്റി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റെക്റ്റാങ്കുലർ ഏരിയ. ഓക്കെ, ഇതൊരു നമ്മുടെ റെക്റ്റാങ്കുലർ ഏരിയ. ഈ റെക്റ്റാങ്കുലർ ഏരിയയുടെ ഔട്ട്സൈഡിൽ ഒരു സ്ഥലത്താണ് നമുക്ക് വെർട്ടിക്കൽ സ്ട്രെസ് കാണേണ്ട പോയിന്റ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, അവിടുത്തെ ലോഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് അറിയുള്ളൂ. അതിന് കുറച്ച് ഡിസ്റ്റൻസ് മാറി ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ ഉള്ള പോയിന്റിൻ്റെ വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ ഏരിയ ഇല്ലേ, റെക്റ്റാങ്കുലർ ഇല്ലേ, ഓക്കെ, ഞാനിതൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. അപ്പോൾ പോയിന്റ് P ഇവിടെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ എന്ത് ചെയ്യണം? വലുതാക്കുക. എങ്ങനെ? ഈ പോയിന്റും കൂടെ കവർ ചെയ്ത് വരണം. അതായത് ഈ പോയിന്റ്, സ്ട്രെസ് കാണേണ്ട പോയിന്റ് കോർണർ പോയിന്റ് ആക്കി നമ്മൾ വരച്ചു. അതാണ് ഇവിടെ വരച്ചേക്കണം ഇത്. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ചെറിയതായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഏരിയ, നമുക്ക് തന്നിരിക്കുന്ന ഏരിയ. ഇതൊരു സെക്കൻഡ് ഏരിയ, തേർഡ് ഏരിയ, ഫോർത്ത് ഏരിയ. ഞാൻ ജസ്റ്റ് നമ്പർ കൊടുത്തു എന്നുള്ളൂ, നമ്മൾ എടുക്കുന്ന റെക്റ്റാങ്കിൾ അങ്ങനെ ആയിരിക്കില്ല. ഇനി എങ്ങനെയാണ് വേണ്ടേ? ഈ പോയിന്റിലെ സ്ട്രെസ്സാണ് വേണ്ടത്. നമുക്ക് ലോഡ് അറിയുന്നത് ഈ ഒരു ഏരിയയിലെയാണ്. അപ്പം ഈ ഒരു റെക്റ്റാങ്കിളിലെ കോർണർ പോയിന്റ് ആയി ഇത് വരണം. എന്നാലാണ് അതിനെ സം ചെയ്ത് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ റെക്റ്റാങ്കിളിനെ സോൾവ് ചെയ്യണം. അപ്പം ഇത് എ, ഇത് ബി, ഇത് സി ആയിരുന്നു, ഇത് ഡി. ഞാൻ ഇതിനെ നെയിം ചെയ്യാണ് ഇ, എഫ്, ജി, എച്ച്. ഇങ്ങനെ നെയിം ചെയ്തു, ഈ ഫിഗർ കാണുന്ന പോലെ തന്നെ. അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ റെക്റ്റാങ്കിളിനെ സോൾവ് ചെയ്യാണ്. നമുക്ക് വേണ്ടത് റെക്റ്റാങ്കിൾ ABCD ആണ്. ആ ABCDയിൽ ഒരു പോയിന്റായി കിട്ടിയാലാണ് നമുക്ക് സ്ട്രെസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യാണ്, വലിയ റെക്റ്റാങ്കിൾ AEPH, AEPH, ഈ വലിയ റെക്റ്റാങ്കിളിൽ നിന്ന് എന്ത് കുറച്ച് കളയണം? BEPG കുറച്ചു. അപ്പോൾ എന്തോരു ഏരിയയായി? ഇത്ര ഏരിയയായി. ഓക്കെ, ക്ലിയർ ആയോ? ഈ വലിയ റെക്റ്റാങ്കിളിൽ നിന്ന് ഈ BEPH കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവശേഷിക്കുന്നത് എന്താണ്? ഇത്രയും പോർഷനാണ്. അതിൽ നിന്ന് ഞാൻ പിന്നെയും കുറയ്ക്കുകയാണ്, ഇത് DHPF. ഇത്രയും പോർഷനും കൂടെ ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, അയ്യോ ഞാൻ മുൻപ് കുറച്ചത് ഓക്കെ തിരിഞ്ഞു കട്ട് ചെയ്ത് മാറിപ്പോയി, വെരി സോറി. ഇത് ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ വലിയ ഏരിയ, അതിൽ നിന്ന് ഈ ഏരിയ കുറച്ച് കളഞ്ഞു, ചെറുത് ഞാൻ കട്ട് ചെയ്ത് മാറിപ്പോയതാ. ഈ ഏരിയ ഞാൻ കുറച്ച് കളഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? DHPF, ഈ ഏരിയയും കുറച്ച് കളഞ്ഞു. ഇത്രയും പോർഷൻ ഞാൻ കുറച്ച് കളഞ്ഞു. ഇനി അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? എനിക്ക് വേണ്ടത് ഈ പോയിന്റിലെ സ്ട്രെസ്സാണ്. അപ്പോൾ ഈ കുഞ്ഞ് റെക്റ്റാങ്കിൾ, ഏത്
റെക്റ്റാങ്കിളിൻ്റെ കോർണറായിട്ടാണോ നമുക്ക് സ്ട്രെസ് കാണേണ്ട പോയിന്റ് ഇരിക്കുന്നത്, ഇത് ഞാൻ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് കിട്ടും Q ഇൻറ്റു IN1 എന്ന് പറഞ്ഞാൽ ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ IN1ൻ്റെ വാല്യൂ. അതിൽ നിന്ന് എന്ത് കുറച്ച് കളയണം, ഈ റെക്റ്റാങ്കിൾ BE-PGയുടെ കുറച്ച് കളയുക, അതുപോലെ തന്നെ DF-PHൻ്റെ കുറച്ച് കളയുക, ബാക്കി എന്ത് ആഡ് ചെയ്യുക, CF-PG ഈ കുഞ്ഞ് ഇത് ആഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഫലത്തിൽ ഈ റെക്റ്റാങ്കിൾ ABCDയിൽ ഈ ഒരു മറ്റേ റെക്റ്റാങ്കിളിൽ ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത പോലെ കിട്ടും, CF-PG. അപ്പം അങ്ങനെയാണ് നമ്മൾ ഔട്ട്സൈഡ് ഒരു പോയിന്റിലെ സ്ട്രെസ് കണ്ടുപിടിക്കണം. ഇത് ചെയ്യുമ്പോൾ ഇത്രയും ശ്രദ്ധിക്കാം. രണ്ട് വട്ടം CF-PG രണ്ട് വട്ടം കുറയോ? ഇല്ലല്ലോ, ഒരു പ്രാവശ്യമല്ലേ CF-PG ആഡ് ചെയ്യുക ചെയ്തേ. അല്ലല്ലോ, രണ്ട് വട്ടം കുറച്ചല്ലോ മാം. റൈറ്റ് സൈഡിലുള്ള റെക്റ്റാങ്കിൾ ഒരു വട്ടം കുറച്ചു. റെക്റ്റാങ്കിൾ ആയിട്ട് കുറയ്ക്കാൻ പറ്റുള്ളൂ ഈ ഒരു ടോട്ടൽ ഏരിയ. അതിൽ നിന്ന് ആദ്യം ഞാൻ കുറച്ചത് ഏതാണ്, ഈ പോർഷൻ കുറച്ചു. ഇത് BE-PG ഈ വലിയ ഇത് കുറച്ചു കളഞ്ഞു. പിന്നെ DCGH അല്ലേ കുറയ്ക്കണ്ടോ? പിന്നെ ഈ റെക്റ്റാങ്കിൾ എടുക്കുമ്പോൾ ഈ വലിയൊരു റെക്റ്റാങ്കിളിന്റെ പോർഷൻ തന്നെയല്ലേ ഇത്. അപ്പൊ ഇതും ഞാൻ എന്ത് ചെയ്തു, കോമൺ വരുന്ന ആ പോർഷൻ കൊമിറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ തന്നെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ സ്ട്രെസ് നമുക്ക് സൂപ്പർ പൊസിഷൻ ചെയ്ത് കിട്ടില്ല. അതിനുശേഷം എന്ത് ചെയ്യണം, ഏത് പോയിന്റിനാണോ സ്ട്രെസ് കാണുന്നത് അത് വരുന്ന ഈ റെക്റ്റാങ്കിളിന്റെ മാത്രം, എന്നാലാണ് നമുക്ക് ഈ ഒരു കുഞ്ഞ് റെക്റ്റാങ്കിളിന്റെ മാത്രമായി കിട്ടുള്ളൂ. അത് ഞാൻ എന്ത് ചെയ്തു, ഈ ABCDയിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്തു. അതാണ് ചെയ്യണം. ഔട്ട്സൈഡ് പോയിന്റ് ആണെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വേണം ചെയ്യാൻ. എല്ലാവർക്കും എന്ന സംശയമാണിത് ഇപ്പം ഈ ചോദിച്ച കാര്യം, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ. അത് നമ്മൾ ഈ ഒരു ഏരിയ കോമൺ ആയിട്ട് കുളഞ്ഞു, ഇത്രയും പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയുമ്പോൾ എല്ലാവരുടെയും വിചാരം ഇതിനി കൺസിഡർ ചെയ്യണ്ടല്ലോ, ഇതങ്ങ് കുറച്ച് കളഞ്ഞ പോലെ. ഫലത്തിൽ നമ്മൾ എങ്ങനെ വേണം റെക്റ്റാങ്കിൾ എടുക്കാൻ, നമ്മൾ എടുക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഒരു കോർണർ പോയിന്റ് എന്തായിരിക്കണം, നമുക്ക് സ്ട്രെസ് കാണേണ്ട പോയിന്റ് ആയിരിക്കണം. ക്ലിയർ ആയോ? അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ റെക്റ്റാങ്കിൾ എടുത്തിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തത്, ഈ വലിയ റെക്റ്റാങ്കിൾ എടുത്തത്. എന്നാലാണ് ഒരു കോർണർ പോയിന്റ് ആ റെക്റ്റാങ്കിളിൽ വരുള്ളൂ. നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് കോർണർ ആയിട്ട് റെക്റ്റാങ്കിളിൽ വരുള്ളൂ. ആ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എമ്മും എന്നും കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ എപ്പോഴും എമ്മും എന്നും പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവില്ലേ, കുറച്ചും കൂടി ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് കൺസെപ്റ്റ് മനസ്സിലായോ? ഞാൻ പറഞ്ഞു എത്ര റെക്റ്റാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് നമ്മുടെ റെക്റ്റാങ്കിളിന്റെ കോർണർ പോയിന്റ് ആയിരിക്കണം. നമ്മൾ എങ്ങനെ റെക്റ്റാങ്കിൾ ഡിവൈഡ് ചെയ്ത് സോൾവ് ചെയ്താലും നമുക്ക് IN-ന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എമ്മും എന്നും കണ്ടുപിടിക്കണം. അങ്ങനെ എമ്മും എന്നും നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റെക്റ്റാങ്കിളിലെ 4 കോർണറിലെ ഒരു പോയിന്റ് ആ സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് മൈനസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഒരു കോർണർ പോയിന്റ് ആയിരുന്നു സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പോയിന്റ്. പിന്നെ ഞാൻ ഈ ഒരു റെക്റ്റാങ്കിൾ എടുത്താൽ ഒരിക്കലും ഈ P കോർണറായിട്ട് വരില്ല, അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ വലിയ റെക്റ്റാങ്കിൾ എടുത്തു. എന്നാലാണ് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് കോർണർ പോയിന്റായി വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഏരിയ മൈനസ് ചെയ്ത് കളഞ്ഞത്. ദെൻ അതിനുശേഷം സ്ട്രെസ് കാണേണ്ട പോയിന്റിലെ ചെറിയ റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിങ്ങനെ വേണം. നമ്മളുടെ ഫസ്റ്റ് കൺസെപ്റ്റ് ഇതാണ്, ആ റെക്റ്റാങ്കിളിൻ്റെ കോർണർ പോയിന്റ് ആയിരിക്കണം. ആ പോയിന്റ് ആക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് റെക്റ്റാങ്കിൾ ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇത് എഴുതിയെടുക്കാം. സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി കോർണറിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ കോർണറിൽ ആക്കണം. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്നേ. ഇപ്പോ P എന്നത് Gയിലായിരുന്നെങ്കിലോ, P എന്ന് ചെയ്തായിരുന്നെങ്കിലും നമ്മൾ അതിനനുസരിച്ച് റെക്റ്റാങ്കിൾ എടുത്ത് സോൾവ് ചെയ്യണം. ആഡ് ചെയ്താൽ മതി. അപ്പൊ ഈ വലിയ റെക്റ്റാങ്കിൾ എടുക്കുക. ഇപ്പൊ ഇത് P ആയിരുന്നു എന്ന് വിചാരിക്കുക. അയ്യോ വെരി സോറി. ഈ പോയിന്റിലാണ് G എന്ന് പറഞ്ഞ പോയിന്റിൽ P വന്നു. പേനല്ലാതാണ്. ഈ പോയിന്റിൽ P വന്നു എന്ന് വിചാരിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏരിയ.
അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഔട്ട്സൈഡ് പോയിന്റ് ആണ് പി. അങ്ങനെ തന്നെയാണല്ലോ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ വലിയ റെക്റ്റാങ്കിൾ എടുക്കാം, ഫസ്റ്റ് വൺ. അതിൽ നിന്ന് എന്ത് കുറച്ച് കളയണം? എങ്ങനെ കുറയ്ക്കും? കുറയ്ക്കുമ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു പോയിന്റ് ഏതായിരിക്കണം? ഈ റെക്റ്റാങ്കിൾ എടുക്കാം, ഇല്ലേ? ഇത് കുറച്ച് കളഞ്ഞാൽ പോരെ? കിട്ടൂലേ? നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിവൈഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്തോ, പക്ഷേ ഡിവൈഡ് ചെയ്യുന്ന റെക്റ്റാങ്കിളിൽ നമ്മുടെ സ്ട്രെസ് കാണേണ്ട പോയിന്റ് ഉണ്ടായിരിക്കണം. ആ പോയിന്റ് ആ റെക്റ്റാങ്കിളിൻ്റെ ഒരു കോർണർ പോയിന്റ് ആയിരിക്കണം. അങ്ങനെ വേണം നമുക്ക് IN1 കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയെടുക്കാം. ബാക്കി ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അന്നേരം കുറച്ചുകൂടെ പറയാം. ഇത് തന്നെയാണ് കൺസെപ്റ്റ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇപ്പോൾ പറയാനൊന്നുമില്ല. ഈ സെയിം സാധനം തന്നെയാണ് നമ്മൾ ചെയ്യണേ. ഇതിൻ്റെ ഒരു 4 പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഫിഗർ വരച്ചിട്ട് പോയിന്റ് ഔട്ട്സൈഡ് ലോഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ചെയ്തേക്കണാണ് നമുക്ക് തന്നിരിക്കുന്ന ലോഡഡ് ഏരിയ. അതാണ് ആ ഷെയ്ഡഡ് റീജിയൻ കാണിച്ചിരിക്കുന്നത്. ബാക്കി നമ്മൾ ഡോട്ടഡ് ലൈനിൽ വരച്ചാൽ മതി. അത് നമ്മൾ വരച്ച ഡയഗ്രാംസ് ആണ്. ഇതിലിപ്പോ ഏതൊക്കെ ഈ നോട്ട് ചെയ്തെടുക്കണ്ടേ മാം? ഈ വരച്ചിട്ട് ഫുൾ എഴുതിക്കോ. പോയിന്റ് ഔട്ട്സൈഡ് ദ ലോഡഡ് ഏരിയ, ഫിഗർ വരയ്ക്കുക, റെക്റ്റാങ്കിൾ ABCD. ആ റെക്റ്റാങ്കിൾ ABCD എങ്ങനെയാണ് സോൾവ് ചെയ്തേക്കണേന്ന്, നമ്മൾ ഏതൊക്കെയാണ് റെക്റ്റാങ്കിൾ എടുത്തിട്ടാണ് IN1, IN2, IN3 കണ്ടേക്കണേന്നാണ് ആ മുകളിൽ എഴുതിയേക്കണേ. എഴുതിയോ? എഴുതിയില്ലേ? ഇല്ല ഇല്ല ഇല്ല. ഇനി ഇതിലെ ലാസ്റ്റ് ഒരു കേസ്, പോയിന്റ് P ബിലോ ദി എഡ്ജ് ഓഫ് ദി ലോഡഡ് ഏരിയ. അതായത് നമ്മളൊരു റെക്റ്റാങ്കുലർ ഏരിയ ഉണ്ട്, ഇങ്ങനെ ABCD എന്ന് പറഞ്ഞ റെക്റ്റാങ്കുലർ ഏരിയ. ആ റെക്റ്റാങ്കുലർ ഏരിയയുടെ
ഒരു എഡ്ജിലാണ് നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പോയിന്റെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക, സിംപിളി 2 റെക്റ്റാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുക, 1 2. അപ്പം ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ കോർണർ ഒരു പോയിൻ്റാണ് പി, രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഒരു കോർണർ പോയിൻ്റാണ് പി. അപ്പം Q ഇൻറ്റു 2 റെക്റ്റാങ്കിളിൻ്റെയും IN1 IN2 കണ്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വെർട്ടിക്കൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് മൂന്നാമത്തെ കേസ്. ഇൻസൈഡ് കണ്ടു, ഔട്ട്സൈഡ് കണ്ടു, എഡ്ജിലാണെങ്കിൽ. മാഡത്തിന്റെ വീഡിയോ ഓണാണ്. എനിക്ക് കാണാൻ പോലും പറ്റില്ല, ഞാൻ ഫോണിൽ നിന്ന് കയറാത്തതുകൊണ്ട്. ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ നോട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അറ്റൻഡൻസ് വിളിക്കാൻ നേരത്താണൊന്ന് ഓക്കെ എഴുതിയോ? എഴുതിയില്ലേ? ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ഇങ്ങനെയാണ്. ഞങ്ങളത് ആ ക്വസ്റ്റ്യനെ തന്നെ ഡിവൈഡ് ചെയ്ത് വരച്ച് വെച്ചു, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഇത് 10 മീറ്ററാണ്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഹൈറ്റ് 10 മീറ്ററാണ്. ദെൻ ഇത് ഇത് 30 മീറ്റർ. ഇതാണ് നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പോയിന്റ്. ഇങ്ങനെ എൽ ഷേപ്പിലുള്ള ഒരു പ്ലാനാണ്. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യന് തന്നെ ഏരിയ ഡിവൈഡ് ചെയ്ത് പോയി. അങ്ങനെ ആ നോട്ട് 10 മീറ്റർ, ഇത് 10 മീറ്റർ, ഇത് 30 മീറ്റർ, ഇത് 15 മീറ്റർ. മറ്റേ ബോഡി കാണിച്ചു തരാം. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് An L-shaped building in plan exerts a pressure of 75 kN per meter square on the soil. Determine the vertical stress at a depth of 5 meter below the interior corner P. Question എഴുതിയോ? ഇല്ല. Yes. Okay.
ഇതാണ് നമ്മുടെ ബിൽഡിങ്. ഒരു എൽ ഷേപ്പ് ബിൽഡിംഗ് ആയിരുന്നു. ഇത് 10 മീറ്റർ ആയിരുന്നു. ഈ ഹൈറ്റ് 10 മീറ്റർ ആണ്. ഇത് 30 മീറ്റർ ആണ്. എത്രയായിരുന്നു? 15 അല്ലേ? 15 മീറ്റർ ആയിരുന്നു. ഈ ഒരു പോയിന്റിലെ കോർണർ പോയിന്റിലെ സ്ട്രെസ്സാണ്. ക്യൂവിൻ്റെ വാല്യൂ 50 ആയിരുന്നോ 100 ആയിരുന്നോ? എത്രയായിരുന്നു? ക്യൂ ലോഡ് എത്രയായിരുന്നു? 75. ക്യൂവിൻ്റെ വാല്യൂ 75 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എപ്പോഴും ശ്രദ്ധിക്കുക, ലൈൻ ലോഡ് ഒഴികെ ബാക്കി എല്ലാ കേസിലും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഏരിയ ലോഡായിട്ട് വേണം തരാൻ. അപ്പം നമുക്കൊരു ഇൻറ്റീരിയർ കോർണർ പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ കോർണർ പോയിൻ്റായി വരണം. അതിന് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഡിവൈഡ് ചെയ്യുകയാണ്. ഈ ഇതിനെ റെക്റ്റാങ്കിൾസ് ആയിട്ട് എത്ര നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് ആയി ഡിവൈഡ് ചെയ്യാമോ അങ്ങനെ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ, ഏരിയ 1, ഇത് സെക്കൻഡ് ഏരിയ, ഇത് തേർഡ് ഏരിയ. ഓക്കെ, ഇനി ഈ ഫിഗർ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് എങ്ങനെ വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാം? ക്യൂ ഇൻറ്റു ഈ 3 റെക്റ്റാങ്കിളിൻ്റെയും IN1 എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ പോരെ? ആഡ് ചെയ്താൽ മതിയല്ലോ. കാരണം കോർണർ പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 3ഉം കൂടെ മെത്തേഡ് ഓഫ് സൂപ്പർ പൊസിഷൻ വെച്ച് ആഡ് ചെയ്താൽ നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് കിട്ടും. ഇനി നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താണ്? ഇതാണ് വെർട്ടിക്കൽ സ്ട്രെസ് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. IN1 ആഡ് ചെയ്യണോ IN2 കുറയ്ക്കണോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇത്. അപ്പോൾ നമുക്ക് മനസ്സിലായി Q ഇൻറ്റു 3 IN1 കൂടെ 3 INൻ്റെ വാല്യൂസും ആഡ് ചെയ്താൽ മതി. ഇനി ഞാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ IN1 കണ്ടുപിടിക്കണം. ആദ്യത്തെ IN1 കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഏരിയ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ 4 ഏരിയ 1, ഇതിന് A1 എന്നാണ് ആ ഫോട്ടോസ്റ്റാറ്റ് കൊടുത്തത്. അപ്പം നിങ്ങൾ A1 എന്ന് വേണേൽ കൊടുത്തോ, ഇനി തിരിച്ച് ചെയ്യണ്ട. A1 A2 A3. അപ്പോൾ 4 A1 എടുക്കാം. A1 എന്ന് പറയുന്ന ഏരിയ എടുത്താൽ A1ൻ്റെ ഏരിയയിൽ എന്ത് ചെയ്യണം? ഇത് ഉപയോഗിക്കുന്നു. ഞാനിത് മുകളിൽ എഴുതുകയാണ്. ഇത് മൂവ് ചെയ്ത് ചില സമയത്ത് എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, A1 വരെ എഴുതിയായിരുന്നോ? ഓക്കെ, A1 എഴുതി. A1 എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഏരിയ എടുക്കുമ്പോൾ A1 എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ M കാണണം ആദ്യം. M എന്ന് പറഞ്ഞാൽ എന്താണ്? B/Z ആണ്. അപ്പോൾ ഫസ്റ്റ് ഏരിയ വേണം കൺസിഡർ ചെയ്യാൻ. അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? A1 എന്ന് പറയുന്ന ഏരിയ മാത്രം കൺസിഡർ ചെയ്യുക. അതിൻ്റെ M-ഉം N-ഉം കണ്ടുപിടിക്കണം. M എന്ന് പറഞ്ഞാൽ B/Z ആണ്, N എന്ന് പറഞ്ഞാൽ L/Z ആണ്. അപ്പം B എത്രയാണ് ഫസ്റ്റ് ഏരിയയുടെ? ഇതാണ് B അല്ലേ? Y ആക്സിസിലാണ് B വേണ്ടത്. അപ്പം 10 ആണ്. Z എത്ര വരും? എത്ര ഡെപ്തിൽ കാണാനായിരുന്നു പറഞ്ഞത്? 5 മീറ്റർ. അപ്പം എത്ര വരും? M-ൻ്റെ വാല്യൂ 2. N എത്രയാണ്? ലെങ്ത് 10 മീറ്റർ ആണ്. X ആക്സിസിലൂടെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. /2 അതും 5.
ഓക്കെ. ഇനി എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫോണിൽ ഞാനൊരു ടേബിൾ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ആ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രിൻ്റ് ഔട്ടിൽ നിന്ന് നോക്കാം. ഞാൻ തൽക്കാലം ഇതിനകത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടേബിൾ. എമ്മിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇവിടെ വാല്യൂ ഉണ്ട്. എന്നിൻ്റെ വാല്യൂ 2 ആണ്. എമ്മിൻ്റെ വാല്യൂ ഈക്വൽ ടു 2ഉം എന്നിൻ്റെ വാല്യൂ ഈക്വൽ ടു 2 വരുമ്പം എന്നിൻ്റെ വാല്യൂ എത്ര വരുന്ന റീഡ് ചെയ്തേ? .2325. അപ്പം എന്ത് ചെയ്യുക? ഫോർ എം ഈക്വൽ ടു എൻ ഈക്വൽ ടു ഇതിൽ നമ്മൾ എന്തെഴുതുക? IN1 ഈക്വൽ ടു 0.2325 ആണ്. ക്ലിയർ ആയോ? ഇതുപോലെ സെക്കൻഡ് ഏരിയക്ക് എത്ര കിട്ടണമെന്ന് നോക്കി പറയാമോ? ഇതില് ഏരിയ കാണണ്ടല്ലേ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ ജസ്റ്റ് ഏരിയ 1 2 3 ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി A1 A2 A3 ഏരിയ ഒന്നും കാണണ്ട. ജസ്റ്റ് എമ്മും എന്നും കാണാം. അതിൽ നിന്ന് ആ ടേബിളിൽ നിന്ന് IN1 കാണാം. 3 IN1 കിട്ടി ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ലോഡ് ഇൻറ്റൻസിറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നമുക്ക് ആ വെർട്ടിക്കൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാം. വേറെ ഏരിയ ഒന്നുമില്ല. ഏരിയ എന്ന് ഞാൻ ജസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ റീജിയൻ അത് ഞാൻ റെപ്രസെൻ്റ് ചെയ്തേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ A2 എന്ന് പറയുന്ന ഏരിയ നോക്കുക. അതിൻ്റെ IN2 കണ്ടുപിടിക്കുക. A2 എന്ന് പറഞ്ഞ ഏരിയയുടെ IN2 കണ്ടുപിടിക്കണം. അപ്പം അതിനെന്ത് ചെയ്യണം? അവിടെ M/Z കാണാം. ML അല്ലോ, L/Z M ഈക്വൽ ടു B/Z ഉം N ഈക്വൽ ടു L/Z ഉം. എത്ര വന്നെ നോക്കിയേ? രണ്ടാമത്തെ ഏരിയയുടെ എമ്മിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ 0.2378 ആണ്. നോക്കട്ടെ കേട്ടോ. 0.2378. ഓക്കെ, കറക്റ്റ് ആണ്. എം എത്രയാണ്? B/Z ആണ്. ബി എത്രയാണ്? 15 ആണ്. 15/5 മീറ്റർ വരും. അപ്പോൾ 3 എന്ന് വരും. എന്ന് പറഞ്ഞാൽ L/Z. L 10 തന്നെയാണ്. 10/5 ഈക്വൽ ടു 2 തന്നെ വരും. അപ്പം എമ്മിന് 2ഉം എന്നിന് 3ഉം. എന്നിന് 2ഉം എമ്മിന് 3ക്കും എന്നിന് 2ഉം വരുന്ന IN2ൻ്റെ വാല്യൂ 0.2378. സിമിലർലി ഇനി A3 എടുക്കുക. IN3 കണ്ടുപിടിക്കുക. ടേബിളിൽ നിന്ന് വാല്യൂ എടുക്കണമെന്ന് പറഞ്ഞു. ടേബിളിൽ നിന്ന് വാല്യൂ ഇപ്പൊ ഇവിടെ M 3ഉം N 2ഉം ആണ്. ഓക്കെ, അപ്പൊ M എത്രയാണ്? ഇവിടെ 3 കണ്ടോ? അതിന് നേരെ റീഡ് ചെയ്യുക. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാ? 2. അത് ഇവിടെയാണ്. അത് രണ്ടും കൂടെ ക്രോസ് ചെയ്ത് വരുന്ന ജോയിൻ ചെയ്യുന്ന ഏത് വാല്യൂ ആണോ അത്. ഓക്കെ, ആ ടേബിൾ ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് വാല്യൂ തരും. M എത്രയാണ്, N എത്രയാണ്, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എത്രയാണെന്ന് തരും. എന്നില് 4 ഇല്ലല്ലോ മാം? ആ എന്നിന് അത്രേ വരെ ഉള്ളൂ. അല്ല 5 ഉണ്ടല്ലോ. അതിന്റെ ഇടയ്ക്ക് വരുമ്പോൾ ഇന്റർപോളേറ്റ് ചെയ്യും. ഓക്കെ, ഈ IN3-ല് N 4 അല്ലേ കിട്ടുന്നത്? അത് ഇന്റർപോളേറ്റ് ചെയ്യണം. ഇന്റർപോളേറ്റ് ചെയ്യാൻ അറിയോ? അപ്പോ ഉള്ളിലൊരു വാല്യൂ എടുത്താൽ പോരെ? അങ്ങനെ എടുത്താൽ പറ്റൂലല്ലോ. ഡിസൈൻ ചെയ്യണോ? അല്ലെ നമ്മൾ അങ്ങനെ എടുത്താൽ തെറ്റിപ്പോവും. അപ്രോക്സിമേറ്റ് ചെയ്ത് എടുക്കണേന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എടുത്തു കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ഫൈനൽ അനുസരിച്ച് ഇച്ചിരി നല്ല വേരിയേഷൻ വരും. ഇവിടെ ഇന്റർപോളേറ്റ് ചെയ്യാൻ M = B/Z ആണ്. അതിന്റെ വാല്യൂ എനിക്ക് തോന്നുന്നത് 4 വരും.
n ഈസ് ഈക്വൽ ടു എൽ ബൈ ഇസഡ് 15 അല്ലേ? എന്നല്ലേ എൽ ബൈ സെഡ്? എൽ ബൈ ഇസഡ് 4ഉം ഇത് 3ഉം അല്ലേ? 15 ഇപ്പുറത്താണല്ലോ, വൈയിലാണല്ലോ. ഓക്കെ, അപ്പോൾ m ഈക്വൽ ടു 3 n ഈക്വൽ ടു 4. ഇതിന് വാല്യൂ ഇല്ല, ഇത് കണ്ടുപിടിക്കണം. നമുക്ക് ടേബിളിൽ എന്തൊക്കെ വാല്യൂ ഉണ്ട്? ടേബിളിൽ ഏതിനൊക്കെ വാല്യൂ ഉണ്ട്? 3നും 5നും n ഉണ്ട്. 3നും 5നും n ഉണ്ട്. ഓക്കെ, 3നും 5നും n-ന്റെ 3ഉം. ഓക്കെ, ഇത് എങ്ങനെ വേണേലും എങ്ങനെ. ഓക്കെ, ഇതിൽ 3-നൊരു വാല്യൂ ഉണ്ട്, 5-നൊരു വാല്യൂ ഉണ്ട്. 3-ന്റെ വാല്യൂ എത്രയാ? 0.2439. 5-ന്റെ വാല്യൂ എത്രയാ? 2461 ആണ്. ഓക്കെ, ഇനി ഞാൻ ഇൻട്രപോളേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് 4-ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിങ്ങനെ ജോയിൻ ചെയ്തു. ഇവിടെ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈനും ഇങ്ങനെ വരച്ചു. അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഒരു സിമിലർ ട്രയാങ്കിൾ കിട്ടും. ഈ സിമിലർ ട്രയാങ്കിൾ ഇനി സോൾവ് ചെയ്യണം. ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. 0.2439 ആഡ് ചെയ്താൽ കിട്ടും. അപ്പം ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകണം. നമ്മൾ കൺസിഡർ ചെയ്യാൻ പോണ സിമിലർ ട്രയാങ്കിൾ ഇത്. ഈ വലിയ ട്രയാങ്കിള്, ഈ കുഞ്ഞ് ട്രയാങ്കിളും. അത് വെച്ചിട്ട് എന്താ കണ്ടുപിടിക്കാൻ പോണേ? ഈ എക്സ് ആദ്യം കണ്ടുപിടിക്കും. അപ്പോൾ ഈ വാല്യൂ എത്ര? ഇത് 0.2461. ഈ വാല്യൂ എത്ര തന്നെയായിരിക്കും? 0.2439 അല്ലേ? ഈ ലെവലിൽ. ഓക്കെ, പിന്നെ ഞാൻ സിമിലർ ട്രയാങ്കിൾ സോൾവ് ചെയ്യാൻ പോവാണ്. എങ്ങനെ സോൾവ് ചെയ്യും? എക്സ് ഡിവൈഡഡ് ബൈ 4 - 3. ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ബേസ് ബൈ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? വലിയ ട്രയാങ്കിളിൻ്റെ ബേസ്. വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് എത്രയാ? 0.2461 മൈനസ് 0.2439. അതതിൻ്റെ ബേസ് അല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ ഹൈറ്റ് എന്ന് പറയണതോ 5 - 3. ക്ലിയർ ആയോ? വലിയ ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ ചെറിയ ട്രയാങ്കിളിൻ്റെ ബേസ് ബൈ ഹൈറ്റ് എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് ബൈ ഹൈറ്റിനോട് ഈക്വൽ ആയിരിക്കും. അതാണ് സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി. അപ്പം ചെറിയ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്തു. അത് ബൈ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര? ഇത് 4 - 3. ഇനി വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് അത് എത്രയാ? 0.2461 മൈനസ് 0.2439 ബേസായി. ഡിവൈഡഡ് ബൈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാ? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റാണ് 5 - 3. അത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചേ. കിട്ടിയില്ല എക്സ്? 1.1 × 10⁻³ ആണ്. 1.1 × 10⁻³ ഇനി നമുക്ക് വേണ്ടത് കറസ്പോണ്ടിങ് 4-ന്റെ വാല്യൂ. അപ്പോൾ എന്തും കൂടെ ആഡ് ചെയ്താൽ മതി.
1.1 into 10 raised to minus 3 plus 0.2439. അത് ചെയ്യുമ്പം IN3യുടെ വാല്യൂ കിട്ടും. കറസ്പോണ്ടിങ് ടു m equal to 3, n equal to 4. മനസ്സിലായോ? ഇനി സിഗ്മ ഇസഡ് കാണാം. Q ഇൻറ്റു IN1 പ്ലസ് IN2 പ്ലസ് IN3 ചെയ്താൽ മതി. അതിൽ 7153 ആണ്. ഏതാ? സിഗ്മ ഇസഡ് 0.71 IN1 IN2 IN3 ആഡ് ചെയ്യല്ലേ? ഇൻറ്റു സ്ട്രെസ് കണ്ടേ Q ഇൻറ്റു അല്ലേ? Q വരും. ഇൻറ്റു 75 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 53.6 സംതിങ് വരും. ഓക്കെ, കിട്ടിയോ അത്? ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? $53.64 കിട്ടും. ഓക്കെ, 8:45 ജോയിൻ ചെയ്യൂ ബ്രേക്ക് കഴിഞ്ഞിട്ട്. ഹലോ, ഓക്കെ, 8:45 ഓക്കെ, 8:50 ജോയിൻ ചെയ്യണേ. എനിക്ക് ഇത് തീർത്ത് ഒരു കുഞ്ഞു പോർഷനും കൂടെ പറഞ്ഞിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ. എന്നാലാണ് പ്ലാനിങ്ങിൽ പോവുള്ളൂ. ഓക്കെ, 8:50 ജോയിൻ ചെയ്യണേ. ഇപ്പൊ കാണാൻ പറ്റല്ലേ? ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ദ ഏരിയ
outside the loaded area at a depth of 2.5 meter. ഓക്കെ, ഒരു റെക്റ്റാങ്കുലർ ഏരിയ ഉണ്ടായിരുന്നു. 2x2.5 മീറ്റർ ആണ് അതിൻ്റെ സൈസ്. ക്യാരീസ് ഇപ്പോൾ ഒരു ലോഡ് ഉണ്ടായിരുന്നു 80 kN/m². എന്നിട്ട് വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് പോയിന്റ് പി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ പോയിന്റ് പി ഔട്ട്സൈഡ് ദ റെക്റ്റാങ്കുലർ ഏരിയ ആണ്. ഫിഗർ വരച്ചോ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ റെക്റ്റാങ്കിളിന് നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് കോർണർ പോയിന്റ് ആക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാം. അപ്പം അതിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണിത്. ഓക്കെ, ആദ്യം എന്ത് ചെയ്തു? നമ്മുടെ ABCD ഇവിടെ ആയിരുന്നു, പോയിന്റ് പി ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ആ പോയിന്റ് കോർണറായി കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? റെക്റ്റാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു മിനിറ്റ്, നമ്മൾ ഈ ക്വസ്റ്റ്യനില് ഒരു മെഷർമെന്റ് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, അത് അങ്ങനെ വെച്ചാൽ അവിടെ എഴുതിയ ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്ക്. അത് 2.5/2 എന്നാണ്, L/B അങ്ങനെയാണ്. പക്ഷെ അവർ എഴുതി തിരിഞ്ഞു പോയതാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ പ്ലാൻ തന്നിട്ടുണ്ടല്ലോ. ക്വസ്റ്റ്യനിൽ പ്ലാൻ തന്നിട്ടുണ്ട്. നമുക്ക് അവർ എഴുതിയപ്പോൾ അത് തിരിഞ്ഞു പോയതാണ് ക്വസ്റ്റ്യനിൽ. അതെ, നമ്മുടെ ഫിഗർ സഹിതം ക്വസ്റ്റ്യൻ്റെ ഭാഗമാണ്. കാരണം അല്ലാതെ നമുക്ക് പോയിന്റ് ഔട്ട്സൈഡ് എവിടെയൊന്ന് ലൊക്കേറ്റ് ചെയ്യണ്ടേ? ആ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് തന്നേക്കണേ. ഓക്കെ, അവർ പറഞ്ഞപ്പം എഴുതിയപ്പോൾ അത് മാറിപ്പോയതാണ്. 2.5/2 എന്നുള്ളത് 2/2.5 എഴുതിയെന്നുള്ളൂ. പക്ഷെ പ്ലാൻ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇതാണ് നമ്മുടെ പ്ലാൻ. 2.5 മീറ്റർ ഇവിടെയാണ്, 2 മീറ്റർ ഇതാണ്. അവിടെ നിന്ന് 0.5 മീറ്റർ ഇതും y ഡയറക്ഷൻ x ഡയറക്ഷനിൽ 1 മീറ്റർ മാറിയാണ് പോയിന്റ് ഇരിക്കണം. ഓക്കെ, അപ്പം ഞാൻ ഈ പോയിന്റിനെ ഇനി എന്ത് ചെയ്യണം? റെക്റ്റാങ്കിളായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഡോട്ടഡ് ലൈൻ വരച്ചു. ഇതിനെ കവർ ചെയ്യുന്ന ഒരു റെക്റ്റാങ്കിളായിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ വരച്ചു. ഇങ്ങനെ 4 റെക്റ്റാങ്കിളാക്കി. ഓക്കെ, എന്നിട്ട് ഇതാണ് നമ്മുടെ ആക്ച്വൽ ഏരിയ. അത് ഷെയ്ഡഡ് ആയിട്ട് വെച്ചു എന്നുള്ളത് A1. രണ്ടാമത് ഏരിയ 2 ഞാൻ ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന അനുസരിച്ച് അതിന് നൊട്ടേഷനിൽ വ്യത്യാസം വരും. മീൻസ് A1 A2 A4 എന്ന് കാണിച്ചാലും നമ്മൾ ആ ട്രയാങ്കിൾ റെക്റ്റാങ്കിൾ എടുക്കുന്ന അനുസരിച്ചാണ് A1 A2 A3. ഇതിന് ഞാൻ നെയിം ചെയ്യാണ്. ഇത് A, ഇത് B, ഈ പോയിന്റ് C, ഇത് D. E എവിടെ കൊടുക്കണം? ഇവിടെ കൊടുക്കാം. ഫിഗർ കൊടുത്ത ഇത്, ഈ പോയിന്റ് ഇവിടെ F, ഇത് G. അങ്ങനെ ഡിവൈഡ് ചെയ്തേക്കണം. ഫിഗർ ഞാൻ താഴെ കാണിച്ചു തരാം. ഇതാണ് ഡിവൈഡ് ചെയ്തേക്കുന്ന ഡയഗ്രാം. ഓക്കെ, ഡിവൈഡ് ചെയ്ത വരെ മനസ്സിലായോ? ഓക്കെ, ഇനി ഞാൻ ഏരിയ ഏതൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് A1. ആ ഏരിയ എന്ന് പറയുന്നത് AEPF, വലിയ റെക്റ്റാങ്കിൾ.
രണ്ടാമത്തെ ഏരിയ A2 എന്ന് ഞാൻ കൊടുക്കുന്നത് സെക്കൻഡ് ടു ഏരിയ ആയിട്ട് എടുത്തേക്കുന്നത് ബിയും ഇ പി എച്ച്. തേർഡ് ഏരിയ എന്ന് പറയുന്നത് ഡി ജി പി എച്ച്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് സി ജി പി എച്ച്. ക്ലിയർ ആയോ? 4 ഏരിയ ഏതൊക്കെയാണെന്ന്? ഇനി ഈ ഏരിയ ആണ് ഞാൻ കൺസിഡർ ചെയ്യണത്. ഇതിൽ നിന്നാണ് ഞാൻ സിഗ്മ ഇസഡിനുള്ള ഇക്വേഷൻ എഴുതണത്. അപ്പോൾ ക്യൂ ഇൻറ്റു ഫസ്റ്റ് ഏരിയ A1 ആണ്. അപ്പോൾ അതാണ് I11. അത് വലിയ റെക്റ്റാങ്കിളിൻ്റെ ആണ്. അതിൽ നിന്ന് സെക്കൻഡ് വൺ ആഡ് ചെയ്യണോ സബ്സ്ട്രാക്ട് ചെയ്യണോ? അതായത് ബി ഇ പി എച്ച് എന്ത് ചെയ്യണം? കുറച്ച് കളയണം. അപ്പോൾ അത് IN2 സബ്സ്ട്രാക്ട് ചെയ്യണം. അടുത്തത് ഏതാണ്? ഡി DGPF അല്ലേ? DGPH H ആണ് F ആണോ? HH സോറി FF ഓക്കെ സോറി FF ആണ്. DGPF. ഓക്കെ. ഇനി മൂന്നാമത്തെ ഏരിയ ഏതാണ്? DGPF. അതെന്ത് ചെയ്യണം? അതും സബ്സ്ട്രാക്ട് ചെയ്യണം. IN3. നാലാമത്തെ ഏതാണ്? CGPH. അതെന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. IN4. റെക്റ്റാങ്കിൾ ആക്കുമ്പോൾ ഓർക്കുക, കോർണർ പോയിന്റ് നമ്മുടെ സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ ആ റെക്റ്റാങ്കിൾ വലിയ റെക്റ്റാങ്കിളിനാക്കിയിട്ട് സോൾവ് ചെയ്യാം. ഒബ്വിയസ്ലി ഇത് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ എടുക്കുക. വലിയ റെക്റ്റാങ്കിളിൽ നിന്ന് പിന്നെയുള്ള 2 കുഞ്ഞു റെക്റ്റാങ്കിൾ കുറച്ച് കളയുക. അതിനുശേഷം കോർണർ ഏത് റെക്റ്റാങ്കിളാണോ ആഡ് ചെയ്ത് വരേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ റെക്റ്റാങ്കിളും എടുക്കുക, എമ്മും എന്നും കണ്ടുപിടിക്കുക, IN1 റീഡ് ചെയ്യുക, ഫൈനലി സ്ട്രെസ് കണ്ടുപിടിക്കുക. ഓക്കെ, വേഗം ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻ്റർപോളേറ്റ് ചെയ്യേണ്ടി വരും. 2 3 എന്ത് ഇൻ്റർപോളേറ്റ് ചെയ്യണം തോന്നുന്നു വാല്യൂ. അപ്പോൾ അത് ഇൻ്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. റൗണ്ട് ഓഫ് ചെയ്യൽ ഭയങ്കര പാടായിരിക്കും. 0.23 റൗണ്ട് ഓഫ് ചെയ്തെടുത്ത് തെറ്റില്ല, പക്ഷെ വേരിയേഷൻ വരും ആൻസറിൽ നമ്മൾ ഇങ്ങനെ ഒരു ഊഹാപോഹം വെച്ചെടുത്താൽ. ഓക്കെ, ഇത് മനസ്സിലായോ എല്ലാവർക്കും? IN1 കണ്ടുപിടിക്കുക, IN2, IN3, IN4. ദെൻ IN1 മൈനസ് IN2 മൈനസ് IN3 പ്ലസ് IN4 ചെയ്തിട്ട് ഇൻറ്റു സ്ട്രെസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എമ്മോ എന്നും കിട്ടിയോ? ഫസ്റ്റ് വൺ 1.2 1.75 ആണ്. 1.4 അല്ലേ? 3.5 ബി ബി എം എന്ന് പറഞ്ഞാൽ B/Z. M is equal to B by Z ഇവിടെ അല്ല. എഴുതിയിട്ട് കുഴപ്പമില്ല. ഓക്കെ,
ഓക്കെ, ഇവിടെ അല്ലല്ല ഒരു മിനിറ്റ്. സെഡ് 2.5 ഇവിടെ തിരിഞ്ഞു പോയെന്ന് എനിക്ക് സംശയമുണ്ട്. 1.4ഉം 1ഉം ബി ബൈ സെഡ്. ബി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ 3.5/2.5 അല്ലേ? M1 അല്ലേ മാം? M1 അല്ലേ കേട്ടോ? എന്തോ എന്നാ ക്ലാസ്സിലല്ലേ? തരില്ല, ഇത്ര നേരം ഫോൺ കാണുമായിരുന്നു. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ ബി ബൈ സെഡും, അയ്യോ എം എൽ ബൈ സെഡ് എന്നാണ് ഇവിടെ എഴുതിയേക്കണേ. എം ഈക്വൽ ടു ബി ബൈ സെഡ് അല്ലേ? 2.5/2.5 M1 ഇവിടെ എഴുതിയേക്കണ തിരിച്ചാണ് എഴുതിയേക്കണേ. എം ഈക്വൽ ടു എൽ ബി ബൈ സെഡും എൻ ഈക്വൽ ടു എൽ ബൈ സെഡും. നിങ്ങൾ തിരിച്ചെടുത്താലും തെറ്റിപ്പോയില്ല. എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂ തിരിഞ്ഞു വരുന്നേ ഉള്ളൂ. ടേബിളിൽ നമുക്ക് റീഡ് വാല്യൂ കിട്ടും. എമ്മും എന്നും തിരിഞ്ഞു പോയി, എൽ ബൈ സെഡും ബി ബൈ സെഡ് തിരിഞ്ഞു പോയാലും വലിയ പ്രശ്നം വരില്ല. എന്നിൻ്റെ വാല്യൂന് പ്രശ്നം വരില്ല, കാരണം എമ്മും എന്നും തിരിഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, എടുക്കുമ്പം സ്റ്റാൻഡേർഡായിട്ട് എക്സ് ഡയറക്ഷനിൽ എല്ലും വൈ ഡയറക്ഷനിൽ ബിയും ആ രീതിയിൽ എടുക്കുക. അപ്പം എല്ലാവർക്കും യൂണിഫോം ആയി പോകും. തിരിച്ച് ഇൻ കേസ് പറ്റിയാലും ഐ എന്നിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും, കാരണം എമ്മും എന്നും തിരിയുള്ളൂ. ഇവിടെ തിരിച്ചിട്ടാണ് ചെയ്തേക്കണേ തോന്നുന്നു. അത് തിരിച്ചെഴുതിയതായിരിക്കാം, തെറ്റിപ്പോയതായിരിക്കും. വാല്യൂ കറക്റ്റാണ്, 1ഉം 1.4ഉം ആണ്. ഡയറക്ഷൻ വരുമ്പോൾ 3.5 അല്ലേ വരിക? എക്സ് ഡയറക്ഷൻ വരുമ്പം 3.5. എം എന്ന് പറഞ്ഞാൽ ബി ബൈ സെഡ് അല്ലേ? 3.5 അല്ല, അതല്ലേ എക്സ് ഡയറക്ഷനില് എൽ അല്ലേ 3.5 വലിയ റെക്ടാങ്കിളിന്റെ. വൈ എന്ന് ബി ബൈ സെഡ് ഇസെഡ്. ബി എന്ന് പറഞ്ഞ ഏതാണ്? 2.5. തിരിഞ്ഞു പോയി, അതാ പറഞ്ഞ. ഇവിടെ തിരിച്ചെടുത്തേക്കണേ, തെറ്റിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടണ എമ്മും എന്നും തിരിഞ്ഞു പോയി കാണും. എം 1 കിട്ടും, N 1.4 വരും. നിങ്ങൾക്ക് അങ്ങനെയാണ് കിട്ടിയേ. ഹലോ, എമ്മും എന്നും തിരിഞ്ഞു പോകുന്നേ ഉള്ളൂ. IN കറക്റ്റ് ആയിരിക്കും. ഇവിടെ അവർ തിരിച്ചെഴുതേക്കണേ, അത് കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുമ്പം സ്റ്റാൻഡേർഡായിട്ട് എക്സ് ഡയറക്ഷനിൽ അതിൻ്റെ ലെങ്ത്ത്, വൈ ഡയറക്ഷനിൽ വിഡ്ത്ത് അങ്ങനെ എടുത്ത് ചെയ്യുക. അപ്പോൾ എം എന്ന് പറയുന്നത് ബി ബൈ സെഡ് ആണ്. സ്മോൾ ലെറ്റർ എം ഈസ് ഈക്വൽ ടു ബി ബൈ സെഡ് ആണ്. ബി എന്ന് പറയുന്നത് ഇവിടെ 2.5 ആണ്. വൈ ഡയറക്ഷനിലല്ലേ എടുക്കണ്ടേ? അപ്പോൾ 2.5/2.5 വരും, അത് 1 വരും. എൻ എന്ന് പറയുന്നത് എൽ ബൈ സെഡ് ആണ്, അത് 3.5/2.5, അത് 1.4 വരും. ഇവിടെ അത് തിരിഞ്ഞു പോയി. ഓക്കെ, ടേബിളിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ INൻ്റെ വാല്യൂ എത്ര കിട്ടിയേ? ഇന്റർപോളേഷൻ ആണോ തന്നെ? ഇന്റർപോളേഷൻ വന്നിട്ടുണ്ട്. ഇന്റർപോളേഷൻ വെച്ച് ചെയ്തോ. ഇവിടെ തിരിച്ചായിരിക്കും ചെയ്തേക്കണം. നിങ്ങൾ നോക്കി ചെയ്താൽ മതി. നിങ്ങൾ ഇത് നോക്കണ്ട. നിങ്ങളുടെ രീതിയിൽ എക്സും അല്ല എക്സ് ഡയറക്ഷനിൽ എല്ലും വൈ ഡയറക്ഷനിൽ ബിയും ഇട്ട് ചെയ്തോ. ഇന്റർപോളേഷൻ ചെയ്യണം. ഇന്റർപോളേഷൻ ചെയ്ത് IN1 കിട്ടുള്ളൂ. ഇതിൽ 2 3 കണ്ട് ഇന്റർപോളേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് INൻ്റെ വാല്യൂ. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടോ? ഇത് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വേഗം കംപ്ലീറ്റ് ചെയ്ത് ആൻസർ അറിയോ? IN1 IN2 IN3 IN4 ചെയ്ത് വെർട്ടിക്കൽ സ്ട്രെസ്സും. ഇതിൽ ചോദിച്ച് കണ്ടേക്കണത് ഞാൻ പറഞ്ഞില്ല, റിംഗ് ആണ്. റിംഗ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് പഴയ സ്കീമിൽ.
റെക്റ്റാങ്കിളൊക്കെ റെയർ ആണോ, ഒന്നോ രണ്ടോ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം എന്താ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ പോയിന്റ് ലോഡ് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ കേസ് പോയിന്റ് ലോഡിൽ അത് 4 മാർക്കിനൊക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ഇതിന് മാർക്ക് കുറവായിരിക്കും. പിന്നെ ഈ റെക്റ്റാങ്കിളൊക്കെ ഇങ്ങനെ വന്നാലാണ് നല്ല മാർക്കിൽ ഒരു 8 മാർക്കിന് 9 മാർക്കിനൊക്കെ ചോദിക്കുകയുള്ളൂ. അല്ലേ 9.8 - 1.851 എന്ന് കിട്ടും. ഇപ്പം ഇനി m=b/z എന്ന് വരെ l/z എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വാല്യൂ m/n വാല്യൂ തിരിഞ്ഞു വരുന്നേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല. in ഒക്കെ സെയിം ആയിരിക്കും. ഇവരാരും ഇതിനകത്ത് കൺഫ്യൂഷൻ. നിങ്ങൾക്ക് എങ്ങാനും ഇനി സപ്പോസ് തിരിഞ്ഞു പോയാലും അതിന് മാർക്ക് കിട്ടും. എമ്മും എന്നും തിരിഞ്ഞു പോയാലും മാർക്ക് കിട്ടും. കാരണം in1 കോമൺ കറക്റ്റ് ആയിരിക്കും. in1ന്റെ വാല്യൂ ചെക്ക് ചെയ്യുള്ളൂ ഇതിനകത്ത്. മാർക്ക് സ്പ്ലിറ്റപ്പ് വരുമ്പം നിങ്ങൾ in1 in2 in3 in4 അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. നിങ്ങൾ എടുത്തേണ്ട റെക്റ്റാങ്കിൾ സം ചെയ്തേക്കണയാണോ മൈനസ് ചെയ്തേക്കണേ കറക്റ്റ് ആണോ എന്ന് നോക്കും. അതിനാണ് വെയിറ്റേജ്. ശരിക്കും ഈ ടേബിളിലാണ്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ടേബിൾ ഇല്ലാതെ ചെയ്യണമെന്നാ കുഴപ്പം. ആ വലിയ ഇക്വേഷൻ പഠിച്ചാൽ മതി. ആ വലിയ ഇക്വേഷനിൽ നോക്കി എമ്മും എന്നും ആണ്. എമ്മും എന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ m² + n² + mn² + n² + 1 അതിനകത്ത് ഫുൾ ഇട്ട് കൊടുത്ത് ചെയ്യാൻ പാടില്ലേ? ടേബിൾ വേണമെന്നില്ല. ആ ടേബിൾ അത്രയും വലിയ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് പഠിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിന് വേണ്ടി എളുപ്പത്തിനാണ് അങ്ങനെ 2 ഫാക്ടറിൻ്റെ ടേംസിലേക്ക് ഇതിനെ മാറ്റി വെച്ചേക്കണം. ടേബിൾ തരണമെന്ന് ഒരു നിർബന്ധമില്ല. ടേബിൾ തരാതെ നമുക്കത് ചെയ്യാം. പക്ഷെ അത്രയും വലിയ ഇക്വേഷനിൽ ചെയ്യാൻ പറ്റുള്ളൂ. എമ്മും എന്നും നമുക്ക് കണ്ടുപിടിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാകെ കൂടി 1 പ്രാവശ്യം 2 പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ റെക്റ്റാങ്കുലറൊക്കെ. ഇതിനകത്ത് നിന്ന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ റിങ്ങാ ഇതുവരെ കണ്ടതിൽ. ഈ മൊഡ്യൂളിൽ ഇപ്പം ഇത് ഒരു സെക്ഷൻ. അടുത്ത സെക്ഷനുണ്ട് എഫക്റ്റീവ് സ്ട്രെസ്. അതൊരു ഷുവർ ക്വസ്റ്റ്യനാണ്. അതിൽ നിന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ എന്തായാലും കാണാം എഫക്റ്റീവ് സ്ട്രെസ് കാണാൻ. പിന്നെ ഉള്ളത് കോമ്പാക്ഷനാണ്. അത് തിയറി ആയിട്ടായിരിക്കും ചോദിക്കുള്ളൂ ഞാൻ വിചാരിക്കണം. അപ്പം ഇത്രയും ടോപ്പിക്ക് ഇതിനകത്തുണ്ട്. ഈ സെക്ഷനും അടുത്ത എഫക്റ്റീവ് സ്ട്രെസ് കുറച്ചും കൂടെ എളുപ്പമാണ് ചെയ്യാൻ. എളുപ്പം ഫിഗർ ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യനനുസരിച്ച് ഫിഗർ വരച്ച് ഫിഗറിലെ കണ്ടന്റ് റീഡ് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അത് അടുത്ത വീക്കിൽ അടുത്ത ആഴ്ച ചെയ്യിക്കാതെ 2 റൗണ്ട് തീർക്കണം. വീഡിയോ നോക്കട്ടെ. സെക്കൻഡ് മൊഡ്യൂൾ സീരീസിന് എവിടെ വരെ ഇട്ടേ ഓർക്കണ്ടോ? സെക്കൻഡ് മൊഡ്യൂളിൽ പെർമിയബിലിറ്റി ചെയ്യിച്ചു. അറ്റബർഗ് ലിമിറ്റും അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ഓക്കെ, പെർമിയബിലിറ്റി സീവ് അനാലിസിസും ഇട്ടെന്ന് തോന്നുന്നു അല്ലേ, ഹൈഡ്രോമീറ്ററും. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ളത് അറ്റബർഗ് ലിമിറ്റും സോയിൽ ക്ലാസിഫിക്കേഷനും. അപ്പോൾ ആ മൊഡ്യൂളിൽ അറ്റബർഗ് ലിമിറ്റും ആ സോയിൽ ക്ലാസിഫിക്കേഷനും ഈ മൊഡ്യൂൾ തീരുമോ നോക്കട്ടെ. സീരീസിന് മുന്നേ 2 ക്ലാസ് കിട്ടും. 2 ക്ലാസ് കൊണ്ട് തീരായിരിക്കും. അപ്പോൾ ആ പോർഷനിലിടാം. 4th മൊഡ്യൂളിൽ നിന്ന് അസൈൻമെൻറ്റ് തന്നില്ലല്ലോ അല്ലേ? അസൈൻമെൻറ്റ് തരാം. അസൈൻമെൻറ്റ് ഒന്നുമില്ല. 4 എക്സ്പീരിമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ പ്രൊസീജിയർ അത് എഴുതാൻ തരാം. വേറെ ഒന്നും ചെയ്യണ്ട. ഏതെങ്കിലും 1 2 തരാം. ഞാൻ ജസ്റ്റ് നോട്ട് തരാം. അത് കോപ്പി ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇനി എന്നാ വന്നേ? 15-ാം തീയതി വരുമോ?
അല്ലല്ല 8-ാം തീയതി വരും. 8-ാം തീയതി ലാബ് എക്സാം ആണോ? യെസ് കേഡ് ലാബ്. എഴുതി വെക്കാൻ പറ്റണവർ 8-ാം തീയതിയോ 15-ാം തീയതി കേട്ട് വയ്ക്കുക. ഇല്ലാത്തവർ ഇനി എങ്ങനെ 2 ദിവസം സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന 22-ാം തീയതി 22-ാം തീയതിക്ക് മുന്നേ എനിക്ക് അപ്ലോഡ് ചെയ്ത് ഡ്രൈവിൽ തരണം. കൊണ്ടുവയ്ക്കാൻ പറ്റാത്തവർ നോട്ട് ഞാനിപ്പോൾ ഇടാം, ക്വസ്റ്റ്യനും ഞാൻ തരാം. 15-ാം തീയതി വയ്ക്കാം മിസ്സേ. ഞാൻ പറഞ്ഞുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് 22 വരെ ഞാൻ സമയം തരാം. കാരണം 22-ാം തീയതി എനിക്ക് കിട്ടിയാലാണ് 24-ൻ്റെ സീരീസിൻ്റെ പേപ്പർ നോക്കി. മറ്റേ സീരീസ് നോക്കിയിട്ടില്ല ഇതുവരെ, സമയം കിട്ടിയിട്ടില്ല. എങ്ങനെ നോക്കുമെന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇരിക്കണേ. അപ്പോൾ അതും നോക്കി ഇൻറ്റേർണൽ ഇടാൻ പറ്റുള്ളൂ 27-ാം തീയതി ആകുമ്പോഴേക്കും. അസൈൻമെൻറ്റ് ഞാൻ തരാം. ഇത് വേഗം ചെയ്യുമോ? S3 റിസൾട്ട് എപ്പോഴാണ് വരുന്നത്? ഇപ്പൊ വരും. അതെന്താ വരാത്തെന്ന് അറിയത്തില്ല. S8 വന്നു, അല്ല S7 വന്നു. ആ വീക്ക് തന്നെ S5 S3 വരണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതെന്താ ഡിലേ എന്ന് അറിയില്ല. S5 കുറച്ച് റിസൾട്ട് മോശമെന്ന് പറഞ്ഞ് കേൾക്കണു. S5 അപ്പോൾ അതാണ് S3 വിടാൻ താമസം എന്നറിയില്ല. കഴിഞ്ഞ ആഴ്ച 1 വരും എന്ന് പറഞ്ഞ കേട്ടായിരുന്നു. വരും എന്തായാലും. ഈ മാസം വരണ്ടാണ്. ഇത്രയും ഡിലേ ആവാറില്ല. ഇപ്പം തന്നെ വരും. അതിന് സപ്ലിമെന്റ് ഇതിന്റെ കൂടെ തന്നെ എഴുതാൻ പറ്റുമോ? ഇപ്പോൾ ഉണ്ടാവും. മീൻസ് ഇപ്പോൾ ഈ റെഗുലർ എക്സാം കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് സപ്ലിമെൻ്ററി ഓപ്പൺ ആവും. 24 സ്കീമിൽ എല്ലാ എക്സാമിൻ്റെ ഒപ്പം സപ്ലിമെൻ്ററി എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് അവർ ഇനീഷ്യലി പറഞ്ഞിരുന്നത്. ഇപ്പോൾ 2 പ്രാവശ്യം അത് ഓപ്പൺ ആവില്ല. മീൻസ് 24 സ്കീം തുടങ്ങിയതിന് ശേഷം എല്ലാ പ്രാവശ്യവും എല്ലാ സെമ്മിൻ്റെ എക്സാമും നടക്കുന്നുണ്ട്. തവണ ഇപ്പോൾ ഓപ്പൺ ആകും. അതിപ്പം റെഗുലർ എല്ലാം ക്ലോസ് ചെയ്യുന്നേ ഉള്ളൂ. അതായത് S8 ഇപ്പോൾ ക്ലോസായി, S4 ക്ലോസായി, S6 ക്ലോസായി. ഇനി S2 കൂടെ ഓപ്പൺ ആവാനുണ്ട്. S2 വന്ന് ക്ലോസ് ചെയ്യുന്ന ശേഷമായിരിക്കും S1 S3 S5 S7 ഓപ്പൺ ആവുള്ളൂ. അതുണ്ടാവും. മെയിൽ എക്സാം തീർന്നാൽ മെയ്യിൽ ഒരു പകുതി ആകുമ്പോഴേക്കും എല്ലാ എക്സാമും തീരും റെഗുലർ. അത് തീർന്നാൽ മെയ് ജൂൺ, ആ 2 ജൂൺ ജൂലൈ വരാൻ മിക്കവാറും സപ്ലിമെൻ്ററി എക്സാംസ് ആണ്. ജൂലൈയിൽ അടുത്ത സെമസ്റ്റർ തുടങ്ങും. മെയിൻ എക്സാമിന്റെ പ്രാക്ടിക്കൽസിന്റെ എക്സാം മെയിൻ എക്സാം കഴിഞ്ഞിട്ടാണല്ലോ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണോ ഉണ്ടാവുക? കലണ്ടർ എങ്ങനെയായിരുന്നു? അതുകൊണ്ട് ആദ്യല്ലേ? അല്ല ലാസ്റ്റാ കൊടുത്തിരിക്കുന്നത് കലണ്ടറില്. ഏത് കലണ്ടറില്? ലാസ്റ്റ് മറ്റേ എക്സാമിന്റെ കലണ്ടർ ഒന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? എക്സാം കലണ്ടർ റിലീസ് ചെയ്തായിരുന്നു. പ്രാക്ടിക്കലിന്റെയും അതിന്റെ മുകളിൽ ബിടെക് തന്നെയാണോ നോക്കിയേ? അതെ ബിടെക് 2024 സ്കീം. അല്ല അത് പ്രാക്ടിക്കൽസ് കോളേജ് ലെവലിലാണോ ഡിസിഷൻ എടുക്കുന്നത്? യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി പറയും. യൂണിവേഴ്സിറ്റിയിൽ അത് കൊടുത്തിരിക്കുന്നത് ജൂണിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മീൻസ് ഇതുവരെ വന്ന അക്കാഡമിക് കലണ്ടറിനകത്ത് നിങ്ങളുടെ 27th എക്സാം തീരുന്നു. പിന്നത്തെ 2 ആഴ്ച എനിക്ക് തോന്നുന്നു 27 തൊട്ട് 15 വരെയാണ് തിയറി എക്സാംസ് വരുന്നത്. അല്ലല്ല, അതെ 14th വരെയാണ്. 14th വരെയാണ് തിയറി എക്സാം ഉള്ളത്. അതിനുശേഷമാണ് 2 ദിവസം ലാബ് എക്സാമിന് കൊടുത്തിരിക്കുന്നത്. അല്ല, നേരെ തിരിച്ചാണ്. നിങ്ങളുടെ ഗ്രൂപ്പ് അവിടെ പോയി. അല്ല, തിരിച്ചല്ലേ? അതെ, ട്വൻറ്റി ഫോർ സ്കീമിന് റെഗുലർ എക്സാം
റെഗുലർ എക്സാം തുടങ്ങുന്നത് S4-ന് 27-ാം തീയതിയാണ് അല്ലേ? 27th ഏപ്രിലാണ് തുടങ്ങണത്. ഓക്കെ, യെസ് മിസ്. 27th ഏപ്രിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ലാബിൻ്റെ സ്ലോട്ട് അതിനകത്ത് തന്നിട്ടില്ലല്ലോ എക്സാം ഷെഡ്യൂളിൽ. ലാസ്റ്റിലുണ്ട് മാം, അതിന്റെ അടുത്ത ഇതിലുണ്ട്, അടുത്ത പേജിലുണ്ടാവും. അടുത്ത പേജിൽ ഇതിൽ S4-ൻ്റെ അണ്ടറിൽ MM എന്ന് പറയുന്നത് മൈനറാണ്, മൈനറും ഹോണറും എക്സാമാണ്. അടുത്ത പേജിലൊന്നുമില്ല, S4 ബ്ലാങ്ക് അല്ലേ? നോക്കിയേ. (24 സ്പീഡിൽ എക്സ്പോറിൽ ആകെ 5 എക്സാം ഉള്ളൂ. ഒന്ന് ABCDEF. അത് കഴിഞ്ഞ് പിന്നെ സ്ലോട്ട് ഇല്ലല്ലോ, പിന്നെ എല്ലാം വേക്കൻ്റ് ആണ്. പിന്നെ കിടക്കണ ഒരു M. എച്ച് ഒക്കെ ഉണ്ട് മാം, 2 എക്സാംസ്, 2 ജൂണും അത് 4 H ജൂണും. ഹോണറാണ്, ഹോണർ മൈനർ. ഓക്കെ, അത് ഹോണറും മൈനറും ആണ്. ഓക്കെ. അത് ഹോണറും മൈനറും ആണ്. ലാബ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അക്കാഡമിക് കലണ്ടറിലുണ്ട്. അത് 27ന് ശേഷം വരുന്ന ആ വീക്കിലാണ്. 27ന് ശേഷം വരുന്ന ആ ആഴ്ച തൊട്ട് എനിക്ക് തോന്നുന്നു April 15-നോ ഉള്ളിൽ എന്തോ തീർക്കും. ആ ഡേറ്റ് ഞാൻ പറഞ്ഞു, ഇപ്പോൾ വരും. ഈ അടുത്ത ആഴ്ച 27ൻ്റെ ആഴ്ച പറയും എന്ന് തുടങ്ങി എന്ന് തീർക്കണമെന്ന്. അല്ല, ലാബ് എക്സാം എപ്പോഴും ആദ്യമാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യട്ടോ. രണ്ടാമത്തെ IN കിട്ടിയോ? ഞാനിത് വെയിറ്റ് ചെയ്തിരിക്കണ അതിനാണ്. ഇന്റർപോളേറ്റ് ചെയ്ത് IN1 കണ്ടുപിടിച്ചെങ്കിൽ അത് തന്നെ IN2 ചെയ്യണോ? പാരലായിട്ട് ചെയ്ത് പോണേ. 4.752 ആണോ? ഏതാണ്? ഈ സിഗ്മൈസഡ്. അത്ര തിരിക്കോ? ഓക്കെ, 4 ആൻസർ. ഫൈനൽ ആൻസർ നോക്കട്ടെ, മറന്നു എത്രയാണ്. ഓക്കെ, കറക്റ്റാണ്. എല്ലാവരും ചെയ്തെത്തിയോ? നിങ്ങളുടെ അക്കാഡമിക് കലണ്ടർ ഞാനിപ്പോൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ക്ലാസ് എൻഡ് ചെയ്യണ March 27-നാണ്. കമൻസ്മെൻറ്റ് ഓഫ് ലാബ് എക്സാം March 30-നാണ്. ഓക്കെ, March 30 തൊട്ടാണ് S4, S6, S8-ൻ്റെ എക്സാംസ്, ലാബ് എക്സാം. S8-ന് പ്രൊജക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി S8-ൻ്റെ പ്രൊജക്റ്റ് ആയിരിക്കും ആ വീക്ക്. അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച വരാനാണ് സാധ്യതയുള്ളൂ. 15-നുള്ളിൽ അല്ലെങ്കിൽ April 17-നുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും ലാബ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പബ്ലിക് ഹോളിഡേ ഒഴിവാക്കിയിട്ട് ഒരു 2 ആഴ്ച കിട്ടും. അപ്പോൾ ആ രീതിയിൽ 17-നുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും വരുന്ന ഷെഡ്യൂള് ലാബ്. ഓക്കെ, ലാബ് എക്സാം എപ്പോഴും ആദ്യമാണ്, തിരിച്ചല്ല. പണ്ട് അങ്ങനെയായിരുന്നു, തിയറി എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ലാബ് ഷെഡ്യൂൾ ചെയ്ത് വരാറുള്ളൂ. ഇപ്പോൾ പക്ഷേ കുറേ നാളുകളായിട്ട് തിരിച്ചാണ് വരുന്നത്. ഒരു 2 വർഷം. S3 നിങ്ങളുടെ ആ ഒരു ഇത് വന്നത് കൊണ്ടാണ്. എന്താണ് ആ ഒരു കലണ്ടർ ഇതല്ല മാം, ആക്ച്വലി പുതിയ വന്നപ്പോ ലാസ്റ്റ് ഇന്നലെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. അതിൽ കലണ്ടർ അതാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 27th തൊട്ടാണ് എക്സാം തുടങ്ങുന്നത്. ഇത് പഴയതാണ്. ഇതിൽ 25th അല്ലേ S4 എക്സാം തുടങ്ങുന്നത്. ആ കലണ്ടറിൽ എക്സാം കലണ്ടറിലല്ലേ വ്യത്യാസം വന്നിട്ടുള്ളൂ. എക്സാം ഡേറ്റ്സിൽ വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. അതല്ലാതെ ക്ലാസ് എൻഡ് ചെയ്യുന്നതും ലാബ് ഷെഡ്യൂൾ ചെയ്യുന്നതിനും വ്യത്യാസമില്ല. എക്സാമിനാണ് വ്യത്യാസമുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം വന്ന PG കലണ്ടർ എക്സാം കലണ്ടറാണ്. ആ കലണ്ടറിൽ ഡേറ്റ് എക്സാം കലണ്ടർ അതുപോലെ പോകും. ക്ലാസ് കോളേജിൻ്റെ കലണ്ടർ മീൻസ് യൂണിവേഴ്സിറ്റി കലണ്ടർ സെം കലണ്ടറിൽ വ്യത്യാസമില്ല. സെം കലണ്ടറിൽ ആകെ വ്യത്യാസം വന്നത് സെമസ്റ്റർ 2-ൻ്റെ സെമസ്റ്റർ നേരത്തെ 15-ന് April 9-നോ 10-നോ തീരുന്നായിരുന്നു. അതൊരു ഒരാഴ്ചയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് 17-നാക്കിയിട്ടുണ്ട് അവരുടെ ലാസ്റ്റ് ക്ലാസ്. ആ ഒരു എക്സ്റ്റൻഷൻ മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ കലണ്ടർ. ഇതാണ് സെമസ്റ്ററിൻ്റെ കലണ്ടർ. 27-ന് ക്ലാസ്. റെഗുലർ അറ്റൻഡൻസ് ക്ലോസ് ചെയ്യും. വർക്കിംഗ് പ്രൊഫഷണൽ ആയതുകൊണ്ട് പോർഷൻ തീരാനുള്ളത് കൊണ്ടും ചിലപ്പോൾ ഒരു 1-2 ആഴ്ചയും കൂടെ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തു പോകും. കാരണം ക്ലാസ് വൈകിയാണ് തുടങ്ങിയത്. പോർഷൻ തീരാനുള്ളവർ തീർക്കും.
തീർന്നവർ പിന്നെ എടുക്കണമെന്നുണ്ടാവില്ല. നിങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ അവരെടുക്കും എക്സാം ടൈമിൽ ആവശ്യമുണ്ടെങ്കിൽ. അല്ലാത്തവർ ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ തീരാൻ സാധ്യതയില്ല. അപ്പം മിക്കവാറും ഒരു മൂന്നോ നാലോ ക്ലാസ്സും കൂടെ എക്സ്ട്രാ വേണ്ടി വരും 27th ശേഷം. ലാബ് എക്സാമിൻ്റെ ഷെഡ്യൂളൊന്നും വന്നില്ലെങ്കിൽ പിന്നത്തെ ആഴ്ചയും കൊണ്ട് തീർത്ത് തരാം അടുപ്പിച്ച് കയറി. അല്ല ലാബിൻ്റെ ഷെഡ്യൂൾ വരുവാണെങ്കിൽ അതിനനുസരിച്ച് ഇൻ ബിറ്റ്വീനിൽ എപ്പോഴെങ്കിലും അവധിയുള്ള സ്ലോ സമയം നോക്കി പോർഷൻ തീർത്ത് തരാം. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് മോസ്റ്റ് പ്രോബബ്ലി തീരാറ് സോയിൽ മെക്കാനിക്സ് ഒക്കെ. ഓക്കെ, ഇതെല്ലാവരും ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇതിനകത്ത്. അത് നിങ്ങൾ തനിയെ ചെയ്യുമോ? ഇത് ഇതും കൂടെ ചെയ്താൽ റെക്റ്റാങ്കുലർ ഫുൾ തീർന്നു. ലാബ് എക്സാം ഒരിക്കലും കഴിഞ്ഞിട്ടല്ല. നിലവിൽ ഇതുവരെയുള്ള ഷെഡ്യൂൾ 27th ശേഷം തന്നെയാണ് കേട്ടോ. ആരും തിരിച്ച് വിചാരിച്ച് ഒന്നും പ്ലാൻ ചെയ്യരുത്. ലാബ് എക്സാം ഉടനെ തന്നെ ഉണ്ടാവും. നാളെ ആരെങ്കിലും വരണുണ്ടോ കോളേജിൽ? തനിയെ ചെയ്ത് നോക്കോ? ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ, തനിയെ ചെയ്ത് നോക്കോ. ഇത് എഡ്ജിലാണ് പോയിന്റ്. ഇതാണ് നമ്മുടെ പോയിന്റ് P. ഓക്കെ, അപ്പോൾ അതിനെ എന്ത് ചെയ്തു? റെക്റ്റാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് റെക്റ്റാങ്കിൾ എടുക്കുക, അതിൻ്റെ IN1 കാണാം. സെക്കൻഡ് റെക്റ്റാങ്കിൾ എടുക്കുക, IN2 കാണാം. ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. IN1 + IN2 × Q. ഇതിൽ റെക്ടാങ്കുലറിന്റെ പ്രോബ്ലംസ് ഡിസ്ക്രിപ്ഷൻ മാത്രം, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ സിലബസിലുള്ള. പക്ഷെ അതിന് പ്രോബ്ലം ചോദിച്ച് കണ്ടിട്ടുണ്ട്. മീൻസ് നിങ്ങളുടെ സിലബസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് എടുത്തു എന്നുള്ളൂ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരണല്ലേ ചിലപ്പോൾ ചോദിക്കുന്നുണ്ട് അവർ.
ഇപ്പം ഞാൻ അഗ്രിയിൽ എടുക്കുന്നുണ്ട്, ഈ സിലബസ് തന്നെയാണ് സോയിൽ മെക്കാനിക്സ്, പ്ലസ് അവർക്ക് കുറച്ചുകൂടെ കണ്ടന്റ് ഉണ്ട്. അവർക്ക് ആക്ച്വലി ഡെറിവേഷൻ ഇക്വേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, സ്കിപ്പ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരിൽ ചോദിച്ചേക്കണ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സാമ്പിൾ വന്നതിൽ ഡെറിവേഷനൊക്കെ എഴുതാനാണ് ചോദിച്ചേക്കണം. ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഇത് പഠിപ്പിച്ചത്. ബ്രീഫായിട്ടുണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു അത് സിലബസിൽ. അപ്പം എങ്ങനെ ചോദിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. ഞാനതാണ് ഇത് എടുത്തു വിട്ടത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോഴേ വൺസ് എങ്ങനെ പോയാലും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിട്ട്. അഞ്ച് മൊഡ്യൂളുണ്ടായിരുന്ന ഒരു 4 മൊഡ്യൂളാക്കി ചുരുക്കിയതാണ്. പക്ഷേ 5 മൊഡ്യൂളിലെ കണ്ടന്റ് ഉണ്ട് അതിനകത്ത്, 4 മൊഡ്യൂളുള്ളൂ. അതിൽ ഈ 3rd മൊഡ്യൂളിൽ കുറേ സാധനം കുത്തിക്കയറ്റിയിട്ടുണ്ട്. ഇത് ഒരെണ്ണം എഫക്റ്റീവ് സ്ട്രെസ്സ്, ഇതും എഫക്റ്റീവ് സ്ട്രെസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഴയതിൽ 3rd മൊഡ്യൂള്. 4th മൊഡ്യൂളിൽ കോമ്പാക്ഷൻ കൺസോൾട്ടേഷൻ 2 ടേം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഴയ സ്കീമിൽ. ലാസ്റ്റ് മൊഡ്യൂളിൽ മോർ സർക്കിൾ ഷിയർ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റി. അപ്പം നിങ്ങളുടെ കയ്യിൽ വന്നാൽ സ്റ്റെബിലിറ്റി ഫുൾ എടുത്ത് കളഞ്ഞു, എന്നിട്ട് എല്ലാ കൺസോൾട്ടേഷനും ഷിയർ സ്ട്രെങ്ത്തും കൂടെ 4th മൊഡ്യൂളിൽ എടുത്തിട്ടേക്കണം. അവർ ചുമ്മാ എവിടെ നിന്നൊക്കെയോ നോക്കിയിട്ടേക്കാം. ആ സ്റ്റെബിലിറ്റി ഒക്കെ ശരിക്കും പഠിക്കേണ്ട സാധനമായിരുന്നു. എന്തിനാ അവർ കളഞ്ഞതെന്ന് വെച്ചാൽ 10.94 ആണോ? 10.94 അതേന്ന് തോന്നുന്നു ആൻസർ. പിന്നെ 20 ആണല്ലോ ഇവിടെ തെറ്റിപ്പോയത്. സെയിം അല്ലേ വരുന്നത്? IN1 2 into IN1 സെയിം ആണ്. സ്ട്രെസ് എത്രയാ? 100 ആണ്. IN1 പ്ലസ് IN2 സെയിം വരും. ആ 0.2023 എന്നല്ലേ വന്നേ? 0.2026 into 100 20.26. ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ കറക്റ്റ് അല്ലേ? 0.1013 ആണ്. അപ്പോൾ 2 പ്രാവശ്യം വരുമ്പോൾ 0.2026 ആണ്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ 20.26. ഓക്കെ, ഇനി ഇതിനകത്ത് ഓക്കെ കിട്ടിയില്ലേ? 20.26. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഐസോബാർ, ഇതൊക്കെ ഞാൻ പറഞ്ഞു, പ്രഷർ ബൾബ്. ഓക്കെ, അത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ന്യൂമാർസ് ഇൻഫ്ലുവൻസ് ചാർട്ട്. പിന്നെ ഇതിനകത്തുള്ളൊരു സാധനമാണ് ഫാഡം ചാർട്ട്. നമ്മൾ ആ റെക്റ്റാങ്കിൾ കണ്ടില്ലേ? ഈ റെക്റ്റാങ്കിളിൻ്റെ എമ്മും എന്നും ഉള്ള ഈ ടേബിളില്ലേ, ഈ ടേബിളിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഞാനിപ്പോൾ ഒരു സാധനം ഗ്രൂപ്പിലിട്ട് തരാം. ഓക്കെ, ഈ ടേബിളിനെ ഗ്രാഫിക്കലി നമുക്ക് കാണിക്കാം. ഗ്രാഫിക്കലി കാണിക്കുന്ന ഒരു ചാർട്ടാണ് ഫാഡം ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്
ഈ കാണിച്ചിരിക്കുന്ന ചാർട്ട് ഇതിന് ഞാൻ കുറച്ചുകൂടെ വലിയൊരു ഫുൾ വെർഷൻ ഇടാം. ഇതിനെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ടായിരുന്നത്, അത് എടുത്തേ. ഓക്കെ, ഈ ചാർട്ടാണ് ഫാഡം ചാർട്ട് എന്ന് പറയുന്നത്. ഈ താഴത്തെ ഈ ഗ്രാഫ് ഞാൻ കുറച്ചുകൂടെ വലിയ ഗ്രാഫ് ഇട്ട് തരാം. ഇതെന്ന് പറയുന്നത് ഈ ഗ്രാഫിൽ ഇതാണ് ഇതിൻ്റെ y ആക്സിസിൽ INഉം എക്സ് ആക്സിസിൽ എമ്മിൻ്റെ വാല്യൂ ആണ്. ഫുൾ ചാർട്ട് ഞാൻ ഇട്ട് തരാം. ഓക്കെ, എന്നിട്ട് ഇതുപോലെ എന്നിന് ഓരോ കേർവാണ് കൊടുത്തിരിക്കുന്നത്. ഈ സാധനത്തിനെ ടേബിളിലാക്കിയേക്കണം, അപ്രോക്സിമേറ്റ്ലി ടേബിൾ ചെയ്തേക്കുന്ന വാല്യൂ ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ചാർട്ട് ഫോമിലും ഉണ്ട്. ആ ചാർട്ടിനെയാണ് നമ്മൾ പറയണത് ഫാഡം ചാർട്ട്. ഇൻഫ്ലുവൻസ് IN ഇൻഫ്ലുവൻസ് പാരാമീറ്റർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഫാക്ടർ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് ഫാഡം ചാർട്ട്, FADUM. അത് വേണം എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ, ഞാൻ ഈ ചാർട്ട് ഇട്ട് തരാം. ആ ചാർട്ടിൻ്റെ എക്സ് ആക്സിസിൽ എമ്മിൻ്റെ വാല്യൂം y ആക്സിസിൽ INൻ്റെ വാല്യൂം, ആ ഗ്രാഫിൽ ഇതുപോലെ ചെറിയ ചെറിയ ഗ്രാഫുകളുണ്ട്, കർവുകളുണ്ട്. അതാണ് എന്നിനെ റെപ്രസെൻ്റ് ചെയ്യണത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ n=∞ വരെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ കർവിൽ റീഡ് ചെയ്യാൻ പറ്റും. അതാണ് ആ കർവിൻ്റെ പ്രത്യേകത. ഞാൻ ഡീറ്റെയിൽഡായിട്ട് നല്ലൊരു ഫിഗർ ഞാൻ ഇട്ട് തരാം ടെക്സ്റ്റ് ചെയ്തെടുത്ത്. ഓക്കെ, ഇപ്പം എൻ്റെ കയ്യിൽ കിടപ്പില്ല. അത് പിള്ളേർക്ക് ഞാനത് വേറെ അവർ തന്നെ ഫോട്ടോ എടുക്കുക ചെയ്തതെന്ന് തോന്നുന്നു. ഓക്കെ, അതിനെയാണ് ഫാഡം ചാർട്ട് എന്ന് പറയുക. ഇനിയും പോർഷനിനകത്തുള്ളത് നമുക്ക് ഈ വെർട്ടിക്കൽ സ്ട്രെസ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു ബോസ്നസ് ഇക്വേഷൻ വഴി. ഇതെന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിങ് ആയത്. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ. അപ്പം എൻജിനീയേഴ്സ് യൂഷ്വലി എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത്, അതായത് അപ്രോക്സിമേറ്റ്ലി ഡിസൈൻ ചെയ്യാൻ എളുപ്പത്തിന് എന്ത് ചെയ്യും, അപ്രോക്സിമേറ്റ് വാല്യൂസ് എടുത്തിട്ടായിരിക്കും, വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂസ് കണ്ടുപിടിച്ചിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി 2 അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് ഉണ്ട്. ആ അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് ആണ് ആദ്യത്തെ ഇക്വലൻ്റ് പോയിന്റ് ലോഡ് മെത്തേഡ്, രണ്ടാമത്തത് 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ 2:1 ലോഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഇതിലേതെങ്കിലും 2 മെത്തേഡ് യൂസ് ചെയ്താണ് എൻജിനീയേഴ്സ് യൂഷ്വലി വെർട്ടിക്കൽ സ്ട്രെസ് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പം ആദ്യത്തെ മെത്തേഡ് ഇത് നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ പ്രോബ്ലം ഒക്കെ പറയുന്നുണ്ട്. പ്രോബ്ലം ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്. ഞാൻ ക്ലാസ് തീർന്നു കഴിയുമ്പോൾ എടുത്തു കഴിയാം, പ്രോബ്ലം എടുത്തു തരാം. ബാക്കി ഇഫക്റ്റീവ് സ്ട്രെസ്സും കോമ്പാക്ഷനും നെക്സ്റ്റ് മൊഡ്യൂളും കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ പ്രോബ്ലം എടുത്തു തരാം. ഓക്കെ, ഇക്വലൻ്റ് പോയിന്റ് ലോഡ് എന്ന് വെച്ചാൽ സിമ്പിൾ പ്രൊസീജിയറാണ്. ഇതാണ് ഒരു ഏരിയ. ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന ഒരു എൻ്റയർ ഏരിയ. പെൻ ഇത് പോയോ പെൻ? ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നതാണ് എൻ്റയർ ഏരിയ. ഈ ഒരു എൻ്റയർ ഏരിയയുടെ അണ്ടറിലുള്ള പോയിന്റ് ബിലോ ആയിക്കോട്ടെ ഔട്ട്സൈഡ് ആയിക്കോട്ടെ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. അപ്പം അതിനു വേണ്ടി ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ചെറിയ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമ്മുടെ പോയിന്റ് P എവിടെയാണോ ഇരിക്കണേ ആ പോയിന്റ് കോർണർ പോയിൻ്റായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്യാം. അപ്പോൾ ആ പോയിന്റ് കോർണറായി വരുന്ന രീതിയിൽ എത്ര ചെറിയ റെക്റ്റാങ്കിൾസ് ഇതിൽ ഫോം ചെയ്യാൻ പറ്റുമോ അത്രയും റെക്റ്റാങ്കിൾസ് നമ്മൾ ഫോം ചെയ്യും. അതിനുശേഷം ഈ ഓരോ റെക്റ്റാങ്കിളിലും നമുക്ക് ലോഡ് എങ്ങനെയാണ്, kN/m². എൻ്റയർ ഏരിയയിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലോഡായിട്ടാണ് ഇരിക്കണം. ആ ലോഡിനെ ഈ ഒരു കുഞ്ഞ് റെക്റ്റാങ്കിളിൽ വരുന്ന പോയിന്റ് ലോഡാക്കി കൺവേർട്ട് ചെയ്യും. അതാണ് ഇവിടെ എഴുതിയേക്കണേ. ക്യാപിറ്റൽ ലെറ്റർ Q എന്ന് പറയുന്നത് ഈ കുഞ്ഞൊരു റെക്റ്റാങ്കിളിനകത്ത് വരുന്ന സെൻറ്ററിൽ ആക്ട് ചെയ്യുന്ന പോയിന്റ് ലോഡാണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? എൻ്റയർ ലോഡ് ഇൻറ്റു ഈ ഒരു ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, അതാണ് Q × A². അങ്ങനെ ഓരോ കുഞ്ഞു റെക്റ്റാങ്കിളിലും ആക്ട് ചെയ്യുന്ന
പോയിന്റ് ലോഡാക്കി കൺവേർട്ട് ചെയ്യും. അതെങ്ങനെയാണ്? ഇക്വലന്റ് പോയിന്റ് ലോഡ്സ് ആണ്. അതായത് എല്ലാ റെക്റ്റാങ്കിളിലും ഒരേ പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യണേ. ഈക്വലായിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് QA² ആണ്. അങ്ങനെ പോയിന്റ് ലോഡ് ആക്കിയതിന് ശേഷം നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ് കാണും. താഴത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ വെച്ചിട്ട് സിഗ്മ ഈസ് ഈക്വൽ ടു 1/z² ഇൻറ്റു സം ഓഫ് I equal to 1 to n QI ഇൻറ്റു IB1. Q എന്ന് പറഞ്ഞാൽ QI എന്ന് പറഞ്ഞാൽ ഓരോ റെക്റ്റാങ്കിളിലും ഉള്ള പോയിന്റ് ലോഡിൻ്റെ സം ഇൻറ്റു ആ റെക്റ്റാങ്കിളിൻ്റെ IBയുടെ വാല്യൂ, ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ. ഇവിടെ വരുമ്പോൾ നമ്മളതിനെ IB എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു, ആ കോഎഫിഷ്യൻറ്റിനെ. ഓക്കെ, അങ്ങനെയാണ് ചെയ്യണത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ട്രപ്പീസോയിഡൽ ഷേപ്പാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കൺസിഡർ ചെയ്യണത്. എന്ത് ഏരിയ ആയിക്കോട്ടെ അതിനെ നമ്മൾ ട്രപ്പീസോയിഡൽ ഷേപ്പിലായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ബോട്ടം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ B+Z, അതായത് ടോപ്പ് വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഏത് ഡെപ്തിലാണോ സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടത് ആ ഡെപ്തും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വിഡ്ത്താണ് നമ്മൾ അതിൻ്റെ ട്രപ്പീസോഡിൻ്റെ ബോട്ടത്തിൽ കൊടുക്കുക. ടോപ്പിൽ ട്രപ്പീസോഡിൻ്റെ വിഡ്ത്തും. അതിനുശേഷം അതിനൊരു സ്ലോപ്പ് കൊടുക്കും. സൈഡ് സ്ലോപ്പ് 2:1 റേഷ്യോയിൽ വെച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അതിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ് Q. ഇനി നമുക്ക് ലോഡ് ചെയ്തിരിക്കുന്ന ഏരിയ ഒരു സ്ക്വയറാണ്. ആ സ്ക്വയറിൻ്റെ സൈസ് B/E ആണെങ്കിൽ നമ്മൾ ഈ 2:1 മെത്തേഡ് വഴി വെർട്ടിക്കൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്: QB²/B+Z². റെക്റ്റാങ്കുലർ ഏരിയയ്ക്കാണ് നമ്മൾ 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ വെർട്ടിക്കൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ ഇത്: സിഗ്മ Z ഈസ് ഈക്വൽ ടു Q ഇൻറ്റു B ഇൻറ്റു L ബൈ B+Z ഇൻറ്റു L+Z. ഇനി ഒരു സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ലെങ്ത്തും B വിഡ്ത്തും വരുന്ന ഒരു സ്ട്രിപ്പാണെങ്കിൽ അവിടെ നമ്മൾ സിഗ്മ Z കാണുന്നത് Q ഇൻറ്റു B ഇൻറ്റു 1 ബൈ B+Z ഇൻറ്റു 1. സർക്കുലർ ആണെങ്കിൽ QD²/D+Z². ഇങ്ങനെ ഇക്വേഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. അതിനെയാണ് 2:1 ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. എല്ലാ ഏരിയയിലും ഏത് ഏരിയയിൽ ലോഡ് ആക്ട് ചെയ്താലും ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്? നമ്മളൊരു ട്രപ്പിസോഡൽ ഷേപ്പ്, ഒരു പിരമിഡ് അല്ലെങ്കിൽ ഒരു കോണിൻ്റെ ഫ്രസ്റ്റം ഓഫ് എ പിരമിഡ് വെച്ചിട്ട് നമ്മൾ ബേസിക് ഇക്വേഷൻസ് ഉണ്ടാക്കി കൺസിഡർ ചെയ്തേക്കുവാണ്. ഇത് രണ്ടും അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് ആണ്. നമ്മൾ ഡിസൈൻ പർപ്പസിനാണ് യൂഷ്വലി ചെയ്യുന്നത്. മറ്റതെല്ലാ മെത്തേഡ്സും കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഈസിലി പെട്ടെന്ന് റിസൾട്ട് കിട്ടേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ രണ്ട് അപ്രോക്സിമേറ്റ് മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇത് തിയറി പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ ഓരോന്നിലുള്ള പ്രോബ്ലം ഉണ്ട്. മീൻസ് 2:1 ഒരു പ്രോബ്ലം ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇക്വലന്റ് പോയിന്റ് ലോഡുണ്ട്. ഇത് ഞാൻ നോക്കട്ടെ, ഈ മൊഡ്യൂള് തീർന്ന് അടുത്ത മൊഡ്യൂളും തീർന്ന് സ്മൂത്തായിട്ട് തീർന്ന് പോവുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ ഞാൻ ഈ പ്രോബ്ലം എടുത്തുതരാം. ഇത് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എക്സാമിന് വരാൻ സാധ്യതയുണ്ടോ? ഈ നിങ്ങളുടെ പഴയ സിലബസിൽ ഇതിൻ്റെ തിയറി ചോദിച്ച് കണ്ടിട്ടുണ്ട്. പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഇതിനകത്ത് ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ എന്തായാലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നോക്കട്ടെ, അതിനനുസരിച്ച് ചെയ്യാം. തൽക്കാലം ഞാൻ ഈ പ്രോബ്ലം സ്കിപ്പ് ചെയ്യാണ്. തിയറി നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇനി ഇതിനകത്തെ വലിയൊരു മെയിൻ ടോപ്പിക്കാണ് ഇഫക്റ്റീവ് സ്ട്രെസ്. അത് ഇന്ന് എടുക്കണോ ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കണോ? സമയമില്ലല്ലോ, അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പറ്റും. കഴിഞ്ഞൊന്നും ഇല്ല, അടുത്ത ക്ലാസ്സിൽ എടുത്താൽ മതി. എത്ര മണിക്കൂറായെന്നൊന്നും നിങ്ങൾ പറയരുത്, പോഷൻ തീരണ്ടേ. ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിൽ എടുക്കുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇഫക്റ്റീവ് സ്ട്രെസ് പറഞ്ഞു തരാം. ഞാനൊരു കാര്യം പറയാം, ഇതില് ടിപ്പ് എന്ന് പറയാനൊന്നുമില്ല. ഓക്കെ, എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ പോർഷനിൽ നിന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇക്വേഷൻ പഠിക്കാതെ ഇതിനകത്തുനിന്ന് ഒരു രീതിയിൽ നമുക്ക്
അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം, അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. ഈ അടുത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ എഫക്റ്റീവ് സ്ട്രെസ് എനിക്ക് ഒരു ക്ലാസ് കൊണ്ട് തീർത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. തീരുമോയെന്ന് എനിക്കറിയില്ല, അത്രയും സാധനം ഉണ്ട് അത്. അടുത്ത ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു മാക്സിമം ഒരു 10 മണി വരെ ഇരിക്കണേൽ വിരോധം ഇല്ലല്ലോ? ഇല്ല 15 മിനിറ്റ് അല്ല, അത് കുഴപ്പമുണ്ടാവില്ല. ആർക്കും പത്ര കഴിഞ്ഞ അങ്ങനെയായിരുന്നല്ലോ, 10:15 വരെയൊക്കെ ആയിരുന്നല്ലോ. കാരണം ആ ഒരു 2 ക്ലാസ് എന്തായാലും വെച്ചാൽ ഒരു 4 മണിക്കൂർ എന്തായാലും വേണം എഫക്റ്റീവ് സ്ട്രെസ് ഓൺലൈനിൽ തീർക്കാൻ. അത് കഴിഞ്ഞ് കോമ്പാക്ഷനും കൂടെ ഉണ്ട്. കോമ്പാക്ഷന് വേണം ഒരു 2 മണിക്കൂർ. ഒരു പ്രോബ്ലം ചെയ്യാനുണ്ട്. കോമ്പാക്ഷനൊന്നും നമുക്ക് വിടാൻ പറ്റത്തില്ല. വിടാൻ പറ്റണത് ആ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാനത് വിട്ടത്. സാധാരണ ഞാനത് എടുത്തു കൊടുക്കാറുണ്ട്, അത് ഫുൾ കവർ ചെയ്ത് ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാതെ പഠിപ്പിക്കാറ്. ഇതിപ്പോൾ ഇനി തീരുമെന്നൊരു ടെൻഷൻ കൊണ്ട് ഞാൻ പിന്നെ അങ്ങ് സ്കിപ്പ് ചെയ്തതാണ്, അവസാനം ആട്ടെന്ന് ഓർത്തിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ചൊവ്വാഴ്ച എഫക്റ്റീവ് സ്ട്രെസ്. ഇപ്പോൾ പഠിച്ചതുമായിട്ട് വലിയ ബന്ധമൊന്നും തോന്നൂല. ഓക്കെ, അത് ആദ്യമേ ഞാൻ പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. അറ്റൻഡൻസ് ഞാൻ ഇട്ടോളാവേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.